ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കാണ്. 5 ചാപ്റ്റേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ജീവന്റെ ചെപ്പുകളാണ്. അതിലാദ്യം നമ്മൾ പറയുന്നത് പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ട് എന്നതിനെ പറ്റിയാണ്. ചെറിയ ജീവികളും വലിയ ജീവികളും ഒക്കെ ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷ്മമായ ജീവികളെ, അതായത് നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ കഴിയും. അപ്പൊ മൈക്രോസ്കോപ്പ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെയാണ് നമ്മൾ സാധാരണ എന്ത് വിളിക്കുക? സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിൾ ആണ് അമീബ, പാരമീസിയം, യുഗ്ലിന എന്നിവയൊക്കെ എന്താണ്? സൂക്ഷ്മജീവികളാണ്. ജീവശരീരത്തിലെ ചെറു ഘടകങ്ങൾ. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ്. ഇപ്പൊ ഒരു കുഞ്ഞുറുമ്പിന്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറു ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അപ്പൊ ഈ ചെറു ഘടകങ്ങളെ, അതായത് ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറു ഘടകങ്ങളെയാണ് നമ്മൾ എന്തു വിളിക്കുന്നത്? കോശങ്ങൾ അഥവാ സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സെൽസ് അല്ലെങ്കിൽ കോശം എന്ന് പറയുമ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കോശങ്ങളുള്ള ജീവികളുണ്ട്. ഒരു കോശം മാത്രമുള്ള ജീവികളെയാണ് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യുഗ്ലിന, ബാക്ടീരിയ എന്നിവയൊക്കെ എന്താണ്? ഏകകോശ ജീവികളാണ്. ഈ ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ എന്തു വിളിക്കുന്നു? ബഹുകോശ ജീവികൾ അഥവാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഒന്നിലധികം കോശങ്ങൾ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? ബഹുകോശ ജീവികൾ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. അപ്പൊ നമ്മുടെ സസ്യങ്ങളും, അത് ഏതൊരു സസ്യമാണെങ്കിലും അതുപോലെ മറ്റു ജന്തുക്കളും ഒക്കെ എന്താണ്? ബഹുകോശ ജീവികളാണ്. നമ്മൾ മനുഷ്യന്മാരും ബഹുകോശ ജീവികളാണ്. മനുഷ്യ ശരീരത്തിൽ തന്നെ പല തരത്തിലുള്ള കോശങ്ങളുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള കോശങ്ങൾ ഏതൊക്കെയാണ്? നാഡീകോശം, പേശികോശം, അങ്ങനെയുള്ള കോശങ്ങളെ പറ്റിയും കലകളെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ ഒരു ബേസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇവിടെ ഇതുപോലത്തെ പലതരം കോശങ്ങളുണ്ട്. ഇനി ഒരു ജന്തുകോശം നോക്കൂ. ഈ ജന്തുകോശത്തിന്റെ പിക്ചർ കാണുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം ചെറിയ ചെറിയ പ്രധാനപ്പെട്ട ആ ഒരു പാർട്ടുകളാണ്. പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, കോശത്തിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന, അതാണ് കോശദ്രവ്യം, സൈറ്റോപ്ലാസം എന്ന് പറയും. അതുപോലെ കോശസ്തരം, ഇതിനെ കവർ ചെയ്തിട്ടുള്ള ഈ ഒരു ആവരണം, അതാണ് കോശസ്തരം. അപ്പൊ മർമ്മം, കോശദ്രവ്യം, കോശസ്തരം എന്നിവ ചില പ്രധാനപ്പെട്ട കോശഭാഗങ്ങളാണ്. അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കോശത്തിന്റെ കേന്ദ്രമാണ്, കേന്ദ്രം എന്താണ്? മർമ്മം. ഒരു കോശത്തിന്റെ കേന്ദ്രത്തിന് എന്ത് പറയുന്നു? മർമ്മം. കോശത്തിന്റെ ആവരണമാണ് എന്ത്? കോശസ്തരം. കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം, സെൽ മെംബ്രെയിൻ. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ പദാർത്ഥം, അതാണ് എന്ത്? കോശദ്രവ്യം. ഇങ്ങനെയും ചോദിക്കും. കോശസ്തരത്തിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ പദാർത്ഥമാണ് കോശദ്രവ്യം. ഇനി സസ്യശരീരത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഉള്ളിത്തൊലി എടുത്ത് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ നിരീക്ഷിക്കാനൊക്കെ പറയുന്നുണ്ട്. ആ ഉള്ളിത്തൊലിയിലെ കോശത്തിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡിഫറെന്റ് ആണ്. മറ്റൊരു പിക്ചർ കാണിച്ചിരിക്കുന്നു, ഇലകളിലെ പിക്ചറാണ്. അപ്പൊ കാവൽ കോശങ്ങൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി ജന്തുകോശവും സസ്യകോശവും തമ്മിൽ ഒരു കമ്പാരിസൺ നോക്കൂ. രണ്ടിന്റെയും പിക്ചർ തമ്മിൽ എന്താ വ്യത്യാസം നോക്കൂ. രണ്ടിനും കോമൺ ആയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ ഒന്നിനു മാത്രം ഉള്ളതുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന്. നോക്കൂ, മർമ്മം അഥവാ ന്യൂക്ലിയസ് ജന്തുകോശത്തിനും ഉണ്ട്, സസ്യകോശത്തിനും ഉണ്ട്. അടുത്തത് ഹരിതകം. ഹരിതകം എന്തിനു മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിന് മാത്രമേ ഉള്ളൂ. കോശദ്രവ്യം. കോശദ്രവ്യം ഏതിനൊക്കെയുണ്ട്? സസ്യകോശത്തിനും ഉണ്ട്, ജന്തുകോശത്തിനും ഉണ്ട്. കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം. അതുപോലെ രണ്ടിനുമുള്ള മറ്റൊരു കാര്യമാണ് ഫേനം. പിന്നെന്താണ്? കോശസ്തരം. അപ്പൊ കോശസ്തരം അഥവാ സെൽ മെംബ്രെയിൻ, ഫേനം അഥവാ വാക്യൂൾ, കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം, മർമ്മം അഥവാ ന്യൂക്ലിയസ്. ഇതെല്ലാം ഏതിനൊക്കെ ഉണ്ട്? രണ്ടിനും ഉണ്ട്. ജന്തുകോശത്തിനും ഉണ്ട്, സസ്യകോശത്തിനും ഉണ്ട്. എന്നാൽ സസ്യകോശത്തിന് മാത്രമുള്ള ഒന്നാണ് ഹരിതകം.
ക്ലോറോപ്ലാസ്റ്റ്. അതുപോലെ മറ്റൊന്നാണ് കോശഭിത്തി. ഇവിടെ നോക്കൂ, ഇവിടെ ഈ സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം മാത്രമേ ഉള്ളൂ. അതിനെ ചുറ്റി ഇവിടെ എന്തുണ്ട്? ഒരു കോശഭിത്തി ഉണ്ട്. ഈ ഒരു യെല്ലോ കളറിൽ കാണിച്ചിട്ടാണ് കോശഭിത്തി വരുന്നത്. ഇനി ഹരിതകം കണ്ടോ? ഹരിതകം അഥവാ ക്ലോറോപ്ലാസ്റ്റ് അത് എന്തിൽ മാത്രമേ ഉള്ളൂ? സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഫേനത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ജന്തുകോശത്തിലുണ്ട്. ജന്തുകോശത്തിലെ ഫേനം വളരെ സ്മോൾ ആണ് അല്ലെ, വളരെ ചെറുതാണ്. വലിയ ഫേനങ്ങളാണ് ഏതിൽ കാണപ്പെടുക? സസ്യകോശത്തിൽ കാണപ്പെടുക. ഇനി അപ്പൊ അത്രയും ഉള്ളൂ ആദ്യത്തെ ഒരു ചാപ്റ്ററിൽ. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ മാറ്റത്തിന്റെ പൊരുൾ എന്നാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ സാധാരണ അതിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പലതരത്തിലുള്ള ഊർജം അഥവാ എനർജി രൂപങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഊർജം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പിക്ചറിൽ തന്നെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന പിക്ചറാണ്. ഇവിടെ തന്നെ ഇലക്ട്രിക്കൽ എനർജി കാണിച്ചിട്ടുണ്ട്, ലൈറ്റ് എനർജി ത്രൂ ഇലക്ട്രിക്കൽ എനർജി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കൂ, ഉച്ചഭാഷിണി പോകുന്നു, ഇവിടെ സൗണ്ട് എനർജി, ഇവിടെ ഒരു മോട്ടോർ വർക്ക് ചെയ്യുന്നു, അപ്പൊ അവിടെ മെക്കാനിക്കൽ എനർജി, അങ്ങനെ പല രീതിയിലുള്ള എല്ലാ എനർജി ഫോംസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോളാർ എനർജി അങ്ങനെ. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഈ പിക്ചർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും നമ്മൾ ഊർജമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് എനർജി കൺസർവേഷൻ, അപ്പൊ എനർജി സംരക്ഷണ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ ഊർജ സംരക്ഷണ നിയമം അനുസരിച്ച് എന്താണ് പറയുന്നത്? ഊർജം എന്നത് ഇപ്പൊ പല തരത്തിലുള്ള ഊർജം നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഈ ഊർജം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് നിർമ്മിച്ചെടുക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ പറ്റാത്ത ഒന്നാണ്. അത് ഒരു തരത്തിൽ അല്ലെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫോമിൽ ഉണ്ടാവും. അതിനെ വേറൊരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഊർജം എന്നതിനെ പുതുതായി ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിൽ മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ഊർജ സംരക്ഷണ നിയമം പറയുന്നത്, എനർജി കൺസർവേഷൻ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഊർജം നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഊർജമാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പൊ നോക്കൂ, ഓരോ സന്ദർഭങ്ങളും ഉപയോഗിക്കുന്ന ഊർജ രൂപങ്ങളും. ഇവിടെ നോക്കൂ, മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പൊ മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉണ്ട്, അതല്ലാത്തതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഇന്ധനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഉപയോഗിക്കുന്ന ഊർജ രൂപം ഏതാണ്? ഇന്ധനങ്ങളിൽ നിന്ന്, ഡീസൽ, പെട്രോൾ എന്നിവയിൽ നിന്ന്. ഇനി തുണി ഉണക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപം ഏതാണ്? സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് അല്ലെ. സൂര്യനിൽ നിന്നുള്ള താപോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ബൾബുകൾ പ്രകാശിക്കുന്നു. അപ്പൊ നമ്മൾ ഏത് ഊർജ്ജ രൂപമാണ് ഉപയോഗിക്കുന്നത്? അതായത് നമ്മുടെ ഇവിടത്ത് വൈദ്യുതോർജ്ജം കൊടുക്കുന്നു, അപ്പൊ അത് പ്രകാശോർജ്ജം കൂടി ഉണ്ടാവുന്നു അതിന്റെ കൂടെ അല്ലെ. പ്രകാശോർജ്ജം താപോർജ്ജം ഉണ്ടാവും. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപം ഏതാണ്? പ്രകാശ ഊർജ്ജ രൂപമാണ് അല്ലെ. പ്രകാശോർജം, ലൈറ്റ് എനർജി. ഉച്ചഭാഷിണി പ്രവർത്തിക്കുന്നു. ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? ശബ്ദോർജം, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി പലതരം സന്ദർഭങ്ങൾ ഉണ്ടാവുന്ന ഊർജരൂപങ്ങൾ, നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജരൂപം. ഇപ്പൊ പലതരത്തിലുള്ള ഊർജരൂപങ്ങൾ ഒരേ സമയത്ത് ഉണ്ടാവും. പക്ഷെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തേണ്ടത് വേറെ ഏതെങ്കിലും ഊർജരൂപം മാത്രമായിരിക്കും അല്ലെ. എല്ലാ ഊർജരൂപവും ഉപയോഗിക്കേണ്ട ആവശ്യം വരാറില്ല. എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നോക്കൂ, ടോർച്ച് പ്രകാശിക്കുന്നു. ടോർച്ച് പ്രകാശിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഊർജ്ജരൂപം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇപ്പൊ ബാറ്ററി ടോർച്ചാന്ന് വിചാരിക്കുക. ബാറ്ററി ടോർച്ച് ആണെങ്കിൽ നമുക്ക് എന്താണ്, അതായത് റീചാർജബിൾ ബാറ്ററി അല്ലാത്ത ബാറ്ററി എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഒരു കെമിക്കൽ പ്രോസസ് ആണ് നടക്കുന്നത്. ആ കെമിക്കൽ ചേഞ്ച് കാരണമാണ് അവിടെ എന്ത് വരുന്നത്? അവിടെ ഈ കെമിക്കൽ എനർജിയാണ് ആ ഇലക്ട്രിക്കൽ എനർജി ആവുന്നത്. അതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? പ്രകാശമായിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ പലതരത്തിലുള്ള ഊർജ്ജങ്ങൾ അവിടെ വരുന്നുണ്ട്. വൈദ്യുതോർജ്ജം, രാസോർജ്ജം വരുന്നുണ്ട്, പ്രകാശോർജ്ജം വരുന്നുണ്ട്. നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജ രൂപം ഏതാണ്? പ്രകാശമാണ്. മെഴുകുതിരി കത്തുമ്പോഴാണെങ്കിലും നമുക്കറിയാം, മെഴുകുതിരി കത്തുമ്പോൾ പ്രകാശവും ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ എന്തും ഉണ്ടാവുന്നുണ്ട്, കുറച്ച് ചൂടുണ്ടാവുന്നുണ്ട് അല്ലെ, താപോർജ്ജം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ ഉപയോഗപ്പെടുത്തുന്ന ഫാക്ട് എന്താണ്? പ്രകാശോർജ്ജമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അടുപ്പിൽ വിറക് കത്തുന്നു. അടുപ്പിൽ വിറക് കത്തുമ്പോൾ നമുക്കറിയാം അവിടെയും ഈ പറഞ്ഞ പോലെ പ്രകാശോർജ്ജം ഉണ്ടാവുന്നുണ്ട്, അതുപോലെ താപോർജ്ജം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഏതായിരിക്കും? താപോർജ്ജം നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു. വൈദ്യുത ബൾബ് പ്രകാശിക്കുമ്പോഴും നമ്മളിപ്പോൾ കറണ്ട് കൊടുത്തു, വൈദ്യുതോർജ്ജം അപ്ലൈ ചെയ്തു. അപ്പൊ വൈദ്യുതോർജ്ജം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പ്രകാശോർജ്ജം ഉണ്ടാവുന്നതോടൊപ്പം കുറച്ച് എന്തും കൂടി ഉണ്ടാവുന്നുണ്ട്? താപം കൂടി ഉണ്ടാവുന്നുണ്ട്. പ്രകാശത്തിനൊപ്പം താപം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്ന എന്തുമാത്രമാണ്? പ്രകാശമാണ് നമുക്ക് വേണ്ടു. താപം ഇല്ലെങ്കിലും പ്രശ്നമില്ല അല്ലെ. ഇനി പടക്കം പൊട്ടുന്നു. അതിനകത്താണെങ്കിലും ഒരു ചെറിയൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് വരുന്നുണ്ട്. പക്ഷെ പടക്കത്തിൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ ഏതാണ് ഉദ്ദേശിക്കുന്നത്?
ഊർജമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇനി അടുത്തൊരു കാര്യമാണ് യാന്ത്രികോർജം. എന്താണ് യാന്ത്രികോർജം എന്ന് പറയുന്നത്? യന്ത്രങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ഊർജം, അതാണ് യാന്ത്രികോർജം എന്ന് ഓർത്തു വെക്കുക. അതായത് മെക്കാനിക്കൽ എനർജി എന്ന് പറയും. മെക്കാനിക്കൽ എനർജി, ഇപ്പൊ നമ്മൾ ഒരു മോട്ടറിലേക്ക് കറണ്ട് കൊടുത്തു അല്ലെ, വൈദ്യുതോർജം കൊടുത്തു. അപ്പൊ അത് എന്തായിട്ടാണ് മാറുന്നത്? ആ വൈദ്യുതോർജത്തെ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ യാന്ത്രികോർജമായിട്ടാണ് മാറുന്നത്. ഈ വൈദ്യുതോർജം അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന ഊർജം ആയാലും ഒരു എഞ്ചിൻ പ്രവർത്തിക്കാനും അതുവഴി ഒരു യന്ത്രഭാഗം ചലിക്കാനും കാരണമാകുന്നുണ്ടെങ്കിൽ അതാണ് യാന്ത്രികോർജം. അപ്പോൾ ചലനമാണ് അവിടെ വേണ്ടത്. അപ്പൊ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജം, ആ യാന്ത്രികോർജമാണ് വാഹനങ്ങളെയൊക്കെ ചലിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ പണ്ടത്തെ ട്രെയിൻ നമുക്ക് അറിയാം, ഇന്ധനങ്ങൾ കത്തിയിട്ടല്ലേ, അങ്ങനെയായിരുന്നു, കൽക്കരി കൊണ്ടോടുന്ന ട്രെയിൻ ആയിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു ആ ഒരു എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന ഊർജമോ എഞ്ചിൻ പ്രവർത്തിക്കാനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. അങ്ങനെ ചലിക്കുന്നതിന് കാരണമാവുന്ന ആ ഒരു ഊർജമാണ് യാന്ത്രികോർജം. ഇനി അടുത്തൊരു ഊർജം നോക്കൂ, രാസോർജം. എന്താണ് രാസോർജം എന്ന് പറഞ്ഞാൽ? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം. എല്ലാ വസ്തുക്കളിലും രാസോർജം ഉണ്ട് എന്നതാണ്, എല്ലാ വസ്തുക്കളിലും ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് പലതവണ PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതായത് എല്ലാ ഊർജത്തിന്റെയും ഉറവിടമാണ് ഡാഷ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഊർജത്തിന്റെയും ഉറവിടം ആരാണ്? സൂര്യനാണ്. എന്തുകൊണ്ടാണ് സൂര്യൻ എല്ലാ ഊർജത്തിന്റെയും ഉറവിടമാകുന്നത്? അതായത് എല്ലാ ഊർജവും നമ്മൾ പറഞ്ഞു ഒരു രീതിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പോൾ ഊർജം വരുന്നത് സൂര്യനിൽ നിന്നാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ സസ്യങ്ങൾ എന്തു ചെയ്യും? ഈ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ, അപ്പൊ അങ്ങനെ സംഭരിക്കുന്ന എന്താണ്? ഈ സസ്യങ്ങളുടെ ഫലങ്ങളിലാവാം, ഇലകളിലാവാം. അപ്പൊ അത് നമ്മൾ ഭക്ഷിക്കുന്നതോടെ ജീവികളിൽ എത്തുന്നു. നമ്മളിലും ജീവികളിലും ഒക്കെ അത് ഭക്ഷിക്കുമ്പോഴാണ് എത്തുന്നത്. ഇനി ഈ സസ്യങ്ങളിലെയോ വിറകായി കഴിയുമ്പോൾ അത് കത്തുമ്പോൾ ലഭിക്കുന്നത് ശരിക്കും എന്ത് ഊർജമാണ്? ആ കത്തുമ്പോൾ ശരിക്കും നമുക്കിപ്പോ താപോർജം ഉണ്ടാവും പറഞ്ഞു, ലൈറ്റ് എനർജി ഉണ്ടാവും പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്? അതിൽ അടങ്ങിയിരിക്കുന്ന രാസോർജമാണ് ശരിക്കും മാറ്റപ്പെടുത്തുന്നത് അല്ലെ. ആ രാസോർജം എവിടെ നിന്നാണ് ഉണ്ടായത്? അതാ സസ്യം വിറകല്ല, നല്ല എന്താണ് അത് വളർന്നുകൊണ്ടിരുന്ന ആ അവസ്ഥയിൽ എന്തായിരുന്നു? അത് പ്രകാശ സംശ്ലേഷണം വഴി സ്റ്റോർ ചെയ്ത രാസോർജമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എല്ലാത്തിന്റെയും ബേസ് അല്ലെങ്കിൽ അടിസ്ഥാനം സൂര്യനാണ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പിക്ചർ നോക്കൂ. ഇതിലൊരു സോളാർ കാർ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോളാർ പാനലൊക്കെ വെച്ചിട്ട് ഓടുന്ന സോളാർ കാർ. ഞാൻ സൗരോർജം ഉപയോഗിച്ചാണ് ഓടുന്നതെന്ന് സോളാർ കാർ പറയുന്നു അല്ലെ. അപ്പൊ ഈ പെട്രോൾ കാറും പറയുന്നു ഞാനും എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണ്? എല്ലാത്തിന്റെയും ബേസ് ആ സൂര്യൻ തന്നെയാണ് അല്ലെ. ഇപ്പൊ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ എങ്ങനെയാണ് ഊർജത്തിന് സൂര്യനെ ആശ്രയിക്കുന്നത് പറയാ? ഇപ്പൊ സൂര്യനിൽ നിന്ന് സസ്യങ്ങളിലേക്ക്, അതുപോലെ സസ്യങ്ങൾ കഴിഞ്ഞ് എന്താണ് ജന്തുക്കളിലേക്കും പോകും അല്ലെ. ഈ സസ്യങ്ങൾ ഒരുപാട് കാലം ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കിടന്ന് അങ്ങനെ ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാവും. സസ്യങ്ങളും ജന്തുക്കളും കിടന്നുണ്ടാവും. സസ്യങ്ങൾ അങ്ങനെ കുറെ നാൾ അടിഞ്ഞടിഞ്ഞുണ്ടാവുന്നതാണ് കൽക്കരി എങ്കിൽ, ജന്തുക്കൾ കുറെ നാൾ അടിഞ്ഞടിഞ്ഞുണ്ടാവുന്നതാണ് എന്ത്? പെട്രോളിയം. ഈ പെട്രോളിയം കൽക്കരിയുടെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് കിട്ടിയില്ലെങ്കിൽ പറയാം, ലിങ്ക് തരാം. അപ്പൊ ഇങ്ങനെയുള്ള ഫോസിൽ ഇന്ധനങ്ങളാണ് ഈ ഉപയോഗിക്കുന്നത് ഈ വാഹനങ്ങളൊക്കെ ഓടിക്കാൻ അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ഏറ്റവും ആദ്യത്തെ ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ തന്നെയാണ് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് സൂര്യനെ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇനി പലതരത്തിലുള്ള ഊർജ മാറ്റങ്ങൾ അല്ലെങ്കിൽ അവസ്ഥാ മാറ്റങ്ങൾ, രൂപമാറ്റങ്ങളുണ്ട്. എന്താന്ന് നോക്കൂ. എന്താണ് അവസ്ഥ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ നമുക്കറിയാം ഒരു ഐസ് കട്ട അത് നമ്മൾ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ്. വെറുതെ സാധാരണ ഊഷ്മാവിൽ വെച്ചിരുന്നാൽ പോലും ആ താപോർജം സ്വീകരിച്ച് അത് എന്തായി മാറും? അത് ജലമായി മാറും അല്ലെ. ദ്രാവക അവസ്ഥയിലായ ജലമായിട്ട് മാറും. ഈ ജലം വീണ്ടും നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുകയാണെങ്കിൽ, താപോർജം
സ്വീകരിച്ച് അതെന്തായി മാറും? വാതകാവസ്ഥയിലുള്ള നീരാവിയായി മാറും. ഈ നീരാവിക്ക് പിന്നെ നമ്മൾ അതിന്റെ താപോർജ്ജം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, അതായത് തണുപ്പിക്കുകയാണെങ്കിൽ അത് ജലമാകും. ആ ജലത്തെ വീണ്ടും തണുപ്പിക്കുകയാണെങ്കിൽ എന്തായി മാറും? വീണ്ടും ആദ്യത്തെ പോലെ, അതായത് ഐസ് ആയിട്ട് മാറുന്നതാണ് അല്ലെ. അതാണ് അവസ്ഥാമാറ്റം, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും താപോർജ്ജം പുറത്തുവിടുമ്പോഴും, അതാണ് ചൂടാക്കുമ്പോഴും തണുപ്പിക്കുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നു. അപ്പൊ താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറും. എന്നിട്ട് ഊർജം പുറത്തുവിടുമ്പോഴാണെങ്കിലോ, അതായത് തണുപ്പിക്കുമ്പോഴാണെങ്കിലോ, വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്നും തണുപ്പിച്ചാൽ അതെന്തായി മാറുന്നു? ഖരാവസ്ഥയിലേക്കും മാറുന്നു. അപ്പൊ അത് ഐസിന്റെയും വാട്ടറിന്റെയും നീരാവിയുടെയും കാര്യം ഓർത്താൽ മതി. ഇനി പലതരത്തിലുള്ള അവസ്ഥാ മാറ്റങ്ങൾ പോസിബിൾ ആയതുകൊണ്ടാണ് ഈ ഒരു തരത്തിലുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചത് അല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അപ്പൊ അതിന് അവസ്ഥാമാറ്റം ചൂടാക്കുമ്പോഴും തണുപ്പിക്കുമ്പോഴും ഒക്കെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇതുപോലെ പല രൂപത്തിലുള്ള വസ്തുക്കൾ നമുക്ക് അതുകൊണ്ട് നിർമ്മിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇനി പലതരം സന്ദർഭങ്ങളും എന്തൊക്കെ മാറ്റങ്ങളാണ് അവസ്ഥയിലും രൂപത്തിലും ഉണ്ടാകുന്നത്. അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റേറ്റ് ആണ്, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് അവസ്ഥയിലുള്ള മാറ്റം. രൂപത്തിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഓഫ് ഷേപ്പ് ആണ്. അപ്പൊ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അത് എന്തൊക്കെയാന്ന് നോക്കൂ. ഒരു ഉറച്ച നെയ്യ് ചൂടാക്കുവാണ്. അപ്പൊ അതിൽ വരുന്ന ചൂടാക്കുമ്പോൾ വരുന്ന ചേഞ്ച് എന്താണ്? അത് ഉരുകുന്നു. അപ്പൊ അതൊരു സോളിഡ് ആയിട്ട് അല്ലെങ്കിൽ ഖരാവസ്ഥയിൽ ഇരുന്ന സാധനം ദ്രാവക അവസ്ഥയിലേക്ക് ആകുന്നു. അപ്പോൾ അതിന്റെ അവസ്ഥയ്ക്കാണ് അല്ലെങ്കിൽ സ്റ്റേറ്റിനാണ് അവിടെ മാറ്റം വരുന്നത്. ഇനി അടുത്തത് പച്ചക്കറി മുറിക്കുന്നു. പച്ചക്കറി മുറിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? വലുതായിട്ടിരുന്ന ഒരു പച്ചക്കറി എന്തായി മാറുന്നു? ചെറിയ ചെറിയ കഷ്ണങ്ങളാകുന്നു അല്ലെ. അപ്പൊ അതിന്റെ രൂപത്തിൽ മാറ്റം ഉണ്ടാവുന്നു. വലിയ രൂപമായിരുന്നത് എന്തായിരുന്നു? ചെറിയ രൂപമായിരുന്നു. ഇനി PVC പൈപ്പ് ചൂടാക്കുന്നു. അപ്പോഴും എന്താ സംഭവിക്കുന്നത്? അത് വികസിക്കുന്നു. അപ്പോഴും അതിന്റെ രൂപം വലുതായി അല്ലെ. രൂപം വലുതായി, രൂപത്തിലാണ് മാറ്റം. മെഴുക് ചൂടാക്കിയാൽ ഉരുകുന്നു. എഗെയിൻ അവസ്ഥയിൽ മാറ്റം. പേപ്പർ കീറുന്നു. അപ്പൊ ചെറിയ കഷ്ണങ്ങളാകുന്നു. അതിന്റെ രൂപത്തിലാണ് മാറ്റം വന്നത് അല്ലെ. കുപ്പി പൊട്ടുന്നു. അപ്പോഴും ചെറിയ കഷ്ണങ്ങളാകുന്നു. അരക്ക ചൂടാക്കിയാലോ ഉരുകുന്നു. അപ്പോഴതിന്റെ അവസ്ഥയിൽ മാറ്റം വരുന്നു. പേപ്പർ ചുരുട്ടുന്നു. അതിന്റെ ആകൃതി മാറുന്നു. അപ്പൊ അതായത് രൂപം മാറുന്നു, ഷേപ്പ് മാറുന്നു. അപ്പൊ ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഇത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ 2 തരത്തിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത്. ആദ്യത്തേത് ഭൗതിക മാറ്റം എന്ന് പറയും. ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച്. ഭൗതിക മാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് എന്താണ് നോക്കൂ. അവസ്ഥ, ആകൃതി, വലുപ്പം. അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ. അവസ്ഥ, അതുപോലെ ആകൃതി എന്താണ്? ഷേപ്പ്, വലുപ്പം, അതിന്റെ സൈസ്. അപ്പൊ അവസ്ഥ, ആകൃതി, വലുപ്പം എന്നിവ ഫിസിക്കൽ ക്വാളിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഭൗതിക ഗുണങ്ങളാണ്. ഈ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് എന്ത്? ഭൗതിക മാറ്റങ്ങൾ. അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മാറ്റങ്ങള് തന്നിട്ട് എക്സാമിന് ചോദിക്കുകയാണ്, ഇത് കെമിക്കൽ ചേഞ്ച് ആണോ, ഫിസിക്കൽ ചേഞ്ച് ആണോ, അതായത് ഭൗതിക മാറ്റമാണോ, രാസമാറ്റമാണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. കാരണം നോക്കിയാൽ മതി, അവസ്ഥ, ആകൃതി, വലുപ്പം. അപ്പോ വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഒക്കെ എന്ത് മാറ്റങ്ങളാണ്? ഭൗതിക മാറ്റങ്ങളാണ്. ഇനി ഭൗതിക മാറ്റങ്ങളുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്താണ്? ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ല. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥം ഉണ്ടാവുന്നില്ല. അതായത് ഓൾറെഡി ഉള്ള ഒരു പദാർത്ഥം അത് ചെറിയ കഷ്ണമാവാം, അല്ലെ ചെറിയ കഷ്ണമാക്കി തീർത്തേക്കാം, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് മാറ്റിയേക്കാം, അതിന്റെ ഒരു അവസ്ഥ മാറ്റിയേക്കാം എന്നല്ലാതെ അത് എന്താണോ അത് മാറുന്നില്ല. മനസ്സിലായോ? അപ്പൊ ആ ഒരു പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ലാത്ത മാറ്റം എന്ത് മാറ്റമാണ്? ഭൗതിക മാറ്റം. അങ്ങനെ ചോദ്യം വരും. ഇനി അടുത്തത് രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച് ആണ്. ഇനി എന്താണ് രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച്? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ പദാർത്ഥങ്ങൾ ഒന്നുകിൽ ഊർജം സ്വീകരിക്കും അല്ലെങ്കിൽ ഊർജം പുറത്തുവിടും. എന്നിട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് എന്ത്? രാസമാറ്റം. അത് കംപ്ലീറ്റ്ലി വേറൊരു സാധനമായി മാറി അല്ലേ. അപ്പൊ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നില്ലാത്തത് ഭൗതിക മാറ്റം, പുതിയ പദാർത്ഥങ്ങളായി മാറുന്നത് രാസമാറ്റം. ഈ രാസമാറ്റം എന്ന് പറഞ്ഞത് പെർമനന്റ് ആണ്, അതായത് സ്ഥിര മാറ്റമാണ് രാസമാറ്റം എന്ന് പറയുന്നത്. അപ്പൊ രാസമാറ്റം അതുപോലെ ഈ
ഭൗതിക മാറ്റം, അത് രണ്ടും ചോദിക്കാറുള്ളതാണ്. എക്സാമ്പിൾസും ചോദിക്കും. അതുപോലെ ഇതുപോലെ സ്ഥിരമാറ്റമാണോ എന്നുള്ളത് ചോദിക്കും. പദാർത്ഥങ്ങളായി മാറുന്നുള്ളതും മാറുന്നില്ലാത്തതും ഏതാണെന്നൊക്കെ ചോദിക്കും. 5ാം ക്ലാസ്സിലെ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് ചാപ്റ്റർ, 10ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ 10ാമത്തെ ചാപ്റ്റർ ജന്തുവിശേഷങ്ങളാണ്. ജന്തുവിശേഷങ്ങൾ. അപ്പൊ അതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് ചില ജീവികൾ മുട്ടയിടുന്നു, ചില ജീവികൾ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ഡിഫറൻസുകളാണ് പറയുന്നത്. മുട്ടയിടുന്ന പക്ഷികളിലാണെങ്കിൽ എല്ലാ പക്ഷികളും അടയിരിക്കുന്നുണ്ട്. എന്നാൽ കുയിൽ എന്താണ് ചെയ്യുക? കുയില് സ്വന്തമായിട്ട് അടയിരിക്കില്ല. കാക്കയുടെ കൂട്ടിലാണ് കുയില് മുട്ടയിടുന്നത്, അല്ലെ? ഇനി കൃത്രിമ മാർഗങ്ങളിലൂടെയും അതുപോലെ കോഴിയെ ഉപയോഗിച്ചുമാണ് താറാവിന്റെ മുട്ടകൾ വിരിയിക്കുന്നത്. കാരണം താറാവും അടയിരിക്കുന്നില്ല. ഇനി പലതരം പക്ഷികളുടെയും അടയിരിപ്പ് കാലം വ്യത്യസ്തമാണ്. നോക്കൂ, പക്ഷികളും അടയിരിപ്പ് കാലവും ഇപ്പൊ ഈ ഇതിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു 5 പക്ഷികളുടെ കാര്യം നമ്മൾ പഠിച്ചു വെക്കുക. നോക്കൂ, കോഴി 21 ദിവസം, കോഴിയുടെ അടയിരിപ്പ് കാലം 21 ദിവസം. പ്രാവ് 14 ദിവസം, കുരുവി 14 ദിവസം. ഒട്ടകപക്ഷി നോക്കൂ 42 ദിവസമാണ്. ലവ് ബേർഡ്സിന് 22 മുതൽ 25 വരെ ദിവസം എടുക്കും. ഇനി നാഗമോഹൻ, അതുപോലെ എരണ്ട എന്നീ ചില ദേശാടന പക്ഷികളുണ്ട്. ചില ഇനം എരണ്ടകൾ, നാഗമോഹൻ, മണൽക്കോഴി എന്നിവയൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലെത്തുന്ന വിരുന്നുകാരാണ്. അന്യദേശങ്ങളിൽ നിന്ന് അനുകൂല ജീവിത സാഹചര്യങ്ങൾ തേടി നമ്മുടെ നാട്ടിലെത്തുന്ന ദേശാടന പക്ഷികളാണ് ഇവ. കേരളത്തിലെ കടലുണ്ടി, തട്ടേക്കാട്, കുമരകം തുടങ്ങിയ സ്ഥലങ്ങൾ ഈ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശങ്ങളാണ്. ഏതൊക്കെയാണ്? കടലുണ്ടി, തട്ടേക്കാട്, കുമരകം എന്നീ പ്രദേശങ്ങളിലാണ് ദേശാടന പക്ഷികൾ വിരുന്നെത്തുന്നത്. ഇനി ഡോക്ടർ സലീം അലി, ലോകപ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നു ഡോക്ടർ സലീം അലി. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. പക്ഷികളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക്. അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉണ്ട്, അത് പഠിച്ചു നോക്കുക. ഇനി ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള എന്നിവ അദ്ദേഹത്തിന്റെ പക്ഷി നിരീക്ഷണ ഗ്രന്ഥങ്ങളാണ്. ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബേർഡ്സ് ഓഫ് കേരള. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ഒരു കുരുവിയുടെ പതനം. ഒരു കുരുവിയുടെ പതനം. പിന്നെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞേക്കുവാണ്, തരം തിരിച്ചിരിക്കുകയാണ്. ഒന്ന് പ്രാണികൾ അഥവാ ഇൻസെക്ട്സ്. നമുക്കറിയാം ഉറുമ്പ്, പുൽച്ചാടി, ശലഭങ്ങൾ, വണ്ട്, ഈച്ച ഇതൊക്കെ പ്രാണികൾ അല്ലെങ്കിൽ ഇൻസെക്ട്സ് എന്ന വർഗത്തിൽ പെടുന്നു. മത്സ്യങ്ങൾ അല്ലെങ്കിൽ ഫിഷസ് എന്ന ആ ഒരു ഭാഗത്തിൽ പെടുന്നവരാണ് മത്തി, അയല, വരാൽ, മുഷി, ഗപ്പി എന്നൊക്കെ കൊടുത്തിരിക്കുന്നു. ഇനി ഉരകങ്ങൾ അഥവാ റെപ്റ്റൈൽസ് എന്നറിയപ്പെടുന്നവയാണ് മുതല, പാമ്പ്, പല്ലി, അരണ, ഓന്തൊക്കെ. ഇവയുടെ ചർമ്മത്തിന്റെ പ്രത്യേകത നോക്കൂ, ചർമ്മം വരണ്ടതാണ്, ശൽക്കങ്ങൾ ഉള്ളതാണ്. തവള, സാലമാൻഡർ, സിസിലിയൻ എന്നിവ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നവയാണ്. ഇവയെ എന്ത് വിളിക്കുന്നു? ആംഫിബിയൻ എന്ന് വിളിക്കുന്നു. തവള, സാലമാൻഡർ, സിസിലിയൻ എന്നിവ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്നു. അവയെ ഉഭയജീവികൾ അല്ലെങ്കിൽ ആംഫിബിയൻസ് എന്ന് പറയുന്നു. ഇനി സാൽമൺ മത്സ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. മുട്ടയിടാൻ വേണ്ടി ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഒരിനം മത്സ്യമാണ് ഏത്? സാൽമൺ മത്സ്യം. വേനൽക്കാലമാകുമ്പോൾ ഈ മത്സ്യങ്ങൾ പസഫിക് സമുദ്രത്തിൽ നിന്ന് യാത്ര ആരംഭിക്കും. അങ്ങനെ ഈ യാത്ര 2500 കിലോമീറ്റർ അകലെയുള്ള വടക്കേ അമേരിക്കൻ നദികളിൽ ചെന്നാണ് അവസാനിക്കുന്നത്. വെള്ളച്ചാട്ടങ്ങളും അതുപോലെ നദിയിലെ കുത്തൊഴുക്കൊന്നും ഇവയുടെ യാത്രയ്ക്ക് ഒരു തടസ്സവും ആവുന്നില്ല. അത്രയും ദൂരം അത് ട്രാവൽ ചെയ്യും. പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നദികളുടെ പ്രഭവ സ്ഥാനത്തെത്തി മുട്ടയിട്ട് കഴിയുന്നതോടെ അവ കൂട്ടത്തോടെ മണൽ തിട്ടകളിൽ ചത്തൊടുങ്ങുന്നു. പിന്നീട് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ സമുദ്രത്തിലേക്ക് തിരികെ യാത്രയാകുന്നു. ഇങ്ങനെയാണ് സാൽമൺ മത്സ്യത്തിന്റെ കഥ എന്ന് പറയുന്നത്. ഇനി രൂപാന്തരണം എന്താന്ന് പഠിക്കാം. രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ജീവികളുടെയൊക്കെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയോട് ഒരു സാദൃശ്യവുമില്ല. ഉദാഹരണത്തിന് കൊതുക്, അതുപോലെ ചിത്രശലഭം, തവള എന്നിവയൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സാദൃശ്യവും ഇല്ലാതെ വരുന്ന ആ കുഞ്ഞുങ്ങളാണ് ലാർവകൾ. ഈ ലാർവ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്ന ആ ഒരു പ്രോസസ് ആണ് ഇത് രൂപാന്തരണം.
ചില ജീവികളുടെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയുടെ സാദൃശ്യമില്ല. അങ്ങനെ ലാർവാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി മാതൃജീവിയോട് സാദൃശ്യമുള്ള രൂപങ്ങളായി മാറുന്നതിന് രൂപാന്തരണം എന്ന് പറയുന്നു. ഇവിടെ ചിത്രശലഭത്തിന്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇനി ശലഭോദ്യാനം ഉണ്ടാക്കാം എന്ന് പറയും. ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ശലഭങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് അങ്ങനെ ശലഭോദ്യാനം നിർമ്മിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ശലഭങ്ങളുടെ പേരുകൾ കാണാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നവയാണ് മഞ്ഞപ്പാപ്പാത്തി, നാരകശലഭം, ഗരുഡശലഭം, കൃഷ്ണശലഭം എന്നിവയൊക്കെ. ഓരോ ശലഭവും ചില പ്രത്യേക ഇനം ചെടികളിലാണ് ഇതൊക്കെ വളരുന്ന അല്ലെങ്കിൽ മുട്ടയിടുന്നത്. അപ്പൊ അത്തരം സസ്യങ്ങൾ നട്ടുവളർത്തിയാൽ നമുക്ക് ശലഭങ്ങളെ മുട്ടയിടാനായി ആകർഷിക്കാം. ഇനി ഏത് തരം സസ്യങ്ങളാണെന്ന് നോക്കിക്കോളൂ. എരുക്ക്, കറിവേപ്പില, നാരകം. എരുക്ക്, കറിവേപ്പില, നാരകം. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ് കടലാമ. ഈ ഒരു ശലഭങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. മറ്റൊരു ജീവിയാണ് കടലാമ. കടലാമകൾ കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന് മണൽ മാന്തി കുഴി ഉണ്ടാക്കിയാണ് മുട്ടയിടുക. മനുഷ്യന്റെ ഇടപെടൽ മൂലം ഈ മുട്ടകൾക്ക് വൻതോതിൽ നാശം സംഭവിക്കുകയും കടലാമകൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു. ഇവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല സന്നദ്ധ സംഘടനകളുണ്ട്. നോക്കൂ, വനം വകുപ്പിന് കീഴിൽ മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരത്ത് കടലാമകളെ സംരക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യാം കേട്ടോ, കടലാമകളെ സംരക്ഷിക്കുന്ന സ്ഥലം. ഇനി സസ്തനികൾ എന്താണ്? സസ്തനികൾ അഥവാ മാമൽസ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. ഇനി പറക്കുന്ന സസ്തനി. ഇപ്പൊ ഇവിടെ പല സസ്തനികൾ കൊടുത്തിട്ടുണ്ട്, പൂച്ച, മുയൽ, പശു, ആട് എന്നിവയൊക്കെ. അതുപോലെ പറക്കുന്ന സസ്തനി എന്നറിയപ്പെടുന്നത് എന്താണ്? വവ്വാലാണ്. ചർമ്മബന്ധിതമായ മുൻകാലുകളാണ് ഇവയെ പറക്കാൻ സഹായിക്കുന്നത്. പക്ഷികളെ പോലെ തോന്നുമെങ്കിലും ഇവ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ്. ഇനി സസ്തനികളിൽ മുട്ടയിടുന്നവയുമുണ്ട്. ഏതൊക്കെയാണ്? 1 പ്ലാറ്റിപ്പസ്, 2 എക്കിഡ്ന. പ്ലാറ്റിപ്പസും എക്കിഡ്നയും. സസ്തനികൾ പൊതുവെ പ്രസവിക്കുന്നവയാണെങ്കിലും മുട്ടയിടുന്ന ചിലതും ഇക്കൂട്ടത്തിലുണ്ട്. പ്ലാറ്റിപ്പസും എക്കിഡ്നയും മുട്ടയിടുന്ന സസ്തനികളാണ്. ഇവ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. ഇനി അടുത്തത് ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി. ശരീരം മുറിഞ്ഞാലും പുതിയ ജീവി ഉണ്ടാവുന്നതിന് ഉദാഹരണം പ്ലെനേറിയ. മണ്ണിരയാണെങ്കിലും അതുപോലെ ഒരു തരം പരന്ന വിരയാണ് പ്ലെനേറിയ. പ്ലെയിൻ എന്നുള്ള ഓർക്കുക, പ്ലെയിൻ എന്ന് വെച്ചാൽ പരന്ന അല്ലെ. അപ്പൊ അങ്ങനെ ഒരു തരം പരന്ന വിര എന്നിവയുടെ ശരീരഭാഗങ്ങളൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിരയുടെ ആയാലും പ്ലെനേറിയയുടെ ആയാലും ആ ഭാഗം വളർന്ന് പുതിയ ജീവിയായിട്ട് മാറും. ഇനി പ്രസവിക്കുന്ന അച്ഛൻ എന്നറിയപ്പെടുന്ന ഏതാണ്? കടൽക്കുതിരയാണ് അല്ലെ. മത്സ്യത്തിന്റെ വർഗത്തിൽപ്പെട്ട 7 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ജീവികളാണ് ഈ കടൽ കുതിരകൾ. ഈ പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരയുടെ ഉദരഭാഗത്തുള്ള സഞ്ചിയിൽ സൂക്ഷിക്കും. 40 ദിവസത്തിനു ശേഷം ഈ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ സഞ്ചിയിൽ നിന്ന് പുറത്തു വരും. അപ്പൊ എന്ത് തോന്നും? ആൺ കടൽ കുതിരയാണ് പ്രസവിക്കുന്നത് എന്ന് തോന്നുന്നു അല്ലെ. ശരിക്കും പെൺകടൽ കുതിര ഇടുന്ന മുട്ടകൾ അവിടെ ഉദരഭാഗത്തെ സഞ്ചിയിൽ സൂക്ഷിക്കുകയാണ് ഈ ആൺ കടൽ കുതിര ചെയ്യുന്നത്. ഇനി സഞ്ചി മൃഗങ്ങൾ എന്നറിയപ്പെടുന്നത്, സഞ്ചി മൃഗം എന്നറിയപ്പെടുന്നത് കങ്കാരു ആണ്. ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ സ്വന്തം ശരീരത്തിലുള്ള ഒരു സഞ്ചിയിലാക്കിയാണ് ഇവ പരിപാലിക്കുന്നത്. ഇനി പ്രസവിക്കുന്ന പാമ്പ്. പാമ്പുകളിൽപ്പെട്ട അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് തന്നെയാണ്. ശരീരത്തിന് ഉള്ളിൽ വെച്ച് തന്നെയാണ്. ഇവയുടെ കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അണലിപ്പാമ്പ് പ്രസവിക്കുന്നതായി തോന്നുന്നു. പുറത്തു വന്ന ശേഷം അണലി അവയെ ഒട്ടും പരിപാലിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ പ്രസവിക്കുന്ന പാമ്പ് എന്ന് പറയാൻ കാരണം എന്താണ്? അണലിയുടെ മുട്ടകൾ വിരിയുന്നത് ശരീരത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ്. അപ്പൊ പ്രസവിക്കുന്നതായിട്ട് തോന്നും. ഇനി പവിഴപ്പുറ്റുകൾ അഥവാ കോറൽസ്. കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നവയാണ് പവിഴപ്പുറ്റുകൾ. കടലിനടിയിൽ പൂന്തോട്ടങ്ങളെ പോലെ കാണപ്പെടുന്ന ജീവിവർഗമാണിവ. വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രം കൂടിയാണിവ.
കടൽക്ഷോഭം ഒരു പരിധിവരെ തടയാനും പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും പ്രയോജനപ്പെടുന്ന പവിഴപ്പുറ്റുകൾ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നു. അപ്പൊ ഇതിന്റെ ഒരു സംരക്ഷണം, അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് പവിഴപ്പുറ്റു വർഷമായിട്ട് ആചരിക്കുകയുണ്ടായി. ഏതൊക്കെ വർഷങ്ങളാണ്? 1997-ലും 2008-ലും പവിഴപ്പുറ്റു വർഷമായിട്ട് ആചരിക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഏതാണ്? ഗ്രേറ്റ് ബാരിയർ റീഫ്. എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. ലക്ഷദ്വീപിലും ഈ പവിഴപ്പുറ്റുകൾ ധാരാളമായി കാണപ്പെടുന്നു. 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആഹാരം ആരോഗ്യത്തിന് എന്നതാണ്. ആഹാരം ആരോഗ്യത്തിന്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഓരോ റാങ്ക് ഫയൽസ് ഏതൊക്കെയാണ് സജഷൻസ് എന്നറിയേണ്ടവർ താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ആഹാരം ആരോഗ്യത്തിന് എന്ന ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളും അവയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് പിക്ടോറിയലി റെപ്രസെന്റ് ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഞങ്ങളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തു, ഞങ്ങളിൽ ധാരാളം ധാന്യകം ഉണ്ട് എന്നിവിടെ ഇത് എന്താണ്? നെല്ലാണ് അല്ലേ. അപ്പൊ അതുപോലുള്ള ധാന്യങ്ങളിലൊക്കെ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്. ഇനി ഞങ്ങളിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ടെന്ന് ഇവിടെ മത്സ്യങ്ങൾ പറയുന്നത് അല്ലേ. അപ്പൊ പ്രോട്ടീൻ അഥവാ മാംസ്യം ഉണ്ട്. അടുത്തത് ഞങ്ങളിൽ ധാരാളം കൊഴുപ്പുണ്ട്. കൊഴുപ്പ് എന്ന് വെച്ചാൽ ഫാറ്റ്. അതെന്താണ്? എണ്ണകളിലൊക്കെയാണ് അത് ഉള്ളത്, എണ്ണ, നെയ്യ്. ഇനി ഞങ്ങൾ ധാതു ലവണങ്ങളും വൈറ്റമിനുകളും അല്ലെങ്കിൽ വിറ്റാമിനുകളും തരുന്നു. അത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് അല്ലേ. അപ്പൊ നമുക്ക് ഓരോന്നും പഠിക്കണം. ആദ്യത്തേത് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിന്റെ മുഖ്യധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരത്തിന്റെ ഏത് ഘടകമാണ് എന്നിങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അതേതാണ്? ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്. PSCക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവയൊക്കെ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. അതായത് കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് എന്ത്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ പല പല രൂപങ്ങളാണ്. ധാന്യങ്ങളിലും കിഴങ്ങു വർഗ്ഗങ്ങളിലും ഒക്കെ, കിഴങ്ങു വർഗ്ഗം ഇവിടെ കപ്പയും അതുപോലെ കപ്പ അഥവാ മരച്ചീനി അതുപോലെ മധുരക്കിഴങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ധാന്യങ്ങളിലും കിഴങ്ങു വർഗ്ഗങ്ങളിലും ഒക്കെ എന്തുണ്ട്? അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇനി ഇവിടെ നോക്കൂ, ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കണ്ടോ. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് ഊർജ്ജം നൽകുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിനും മെന്റൽ ആക്ടിവിറ്റീസിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ധാന്യകം. അടുത്തത് ധാന്യകം അല്ലെങ്കിൽ അന്നജത്തിന്റെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ഉണ്ട് ഓരോ ഭക്ഷണ വസ്തുവിലും. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു കഞ്ഞിവെള്ളം കുറച്ചെടുത്തിട്ട് അതിൽ അയഡിൻ ലായനിയുടെ ഡ്രോപ്സ് ഒഴിച്ചു നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ വെള്ളം എന്തായി മാറും? ഒരു ബ്ലൂ കളറായി മാറും, അല്ലെങ്കിൽ കടുനീല നിറം ഉണ്ടാകും. അപ്പോൾ അയഡിൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ എന്തിനുള്ള ടെസ്റ്റാണ്? അന്നജത്തിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറം ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് PSC ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി വളർച്ചയ്ക്ക് പിന്നിൽ, അപ്പോൾ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകമായിട്ട് ഏതാണ്? അപ്പൊ നമ്മൾ 2ാമത്തെ ഘടകം പഠിക്കുവാണ് കേട്ടോ. 2ാമത്തെ ഘടകം ഏതാണ്? പ്രോട്ടീൻ അഥവാ മാംസ്യം എന്നാണ് കേട്ടോ. അപ്പോൾ ശരീരത്തിലെ കോശങ്ങൾ, അതുപോലെ മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ ഒക്കെ നിർമ്മാണത്തിന് ശരിക്കും എന്താവശ്യമാണ്? പ്രോട്ടീൻ ആവശ്യമാണ്. മുടി, ദഹനരസങ്ങൾ, പുതിയ കോശങ്ങൾ, ശരീരത്തിലെ കോശങ്ങൾ നിർമ്മിക്കാനൊക്കെ എന്തു വേണം? പ്രോട്ടീനാണ് വേണ്ടത്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നുണ്ട്. ഇനി ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ. നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? ധാന്യകത്തിന്റെ കാർബോഹൈഡ്രേറ്റിന്റെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. എന്തൊക്കെ ഘടകങ്ങളായിരുന്നു? കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആയിരുന്നു. ഇനി പ്രോട്ടീനിൽ എന്തൊക്കെയുണ്ടെന്നും അതും പഠിച്ചോളൂ. ഹൈഡ്രജൻ, കാർബൺ,
ഹൈഡ്രജൻ, കാർബൺ, അതുപോലെ ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഇത്രയാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ അത് ഓർത്തു വെച്ചോളുക. ഇനി ഒരാളുടെ ശരീരഭാഗത്തിനനുസരിച്ചാണ് 1 കിലോഗ്രാമിന് ഇത്ര ഗ്രാം, അതിൽ 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. അപ്പോൾ ഒരാൾക്ക് 50 കിലോ ഉണ്ടെങ്കിൽ 50 ഗ്രാം പ്രോട്ടീൻ അദ്ദേഹത്തിന് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ഇനി അടുത്തൊരു രോഗാവസ്ഥയാണ് കേട്ടോ, ക്വാർഷിയോർക്കർ. എന്താണ് ക്വാർഷിയോർക്കർ? പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാവുന്ന ഒരു രോഗമാണ് ക്വാർഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. അപ്പൊ പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ക്വാർഷിയോർക്കർ ഒരുപാട് തവണ PSCക്കും ചോദിച്ചിട്ടുണ്ട്. ഇനി ഓരോ ഭക്ഷ്യവസ്തുക്കളും പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ തന്നെ ചിലപ്പോൾ ചോദിക്കണമെന്നില്ല, പക്ഷെ നമുക്ക് അതും കൂടി നോക്കി പോകാം. ഇപ്പോൾ 100 ഗ്രാം അരിയിലാണെങ്കിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ടെന്ന് നോക്കൂ. 6.8 ഗ്രാം പ്രോട്ടീൻ ആണ്. ഗോതമ്പിലോ 100 ഗ്രാം ആണ് എല്ലാം കേട്ടോ. ഗോതമ്പിലാണെങ്കിൽ എത്രയാണ് 11.8 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. കശുവണ്ടിയിൽ കുറച്ചും കൂടി കൂടുതലുണ്ട് അല്ലേ, 21.2. അരിയും ഗോതമ്പും കൺസിഡർ ചെയ്താൽ ഗോതമ്പിൽ കൂടുതലായിട്ടുമുണ്ട് എന്ത് പ്രോട്ടീൻ. ഇനി മത്തി അഥവാ മത്സ്യത്തിൽ മത്തി അഥവാ ചാള എന്നൊക്കെ പറയുന്ന ആ മത്സ്യത്തിൽ എന്തുണ്ട് 19.6 ഗ്രാം പ്രോട്ടീൻ. താറാവിൽ 21.6. താറാവിന്റെ മുട്ടയിൽ എത്രയുണ്ട് 13.5. അത്രയും പ്രോട്ടീൻ ഉണ്ട്. കോഴിമുട്ടയിൽ കുറച്ച് കുറവാണ്, അതിലും 13.3. ആട്ടിറച്ചിയിൽ 21.4 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. പശുവിൻ പാലില് 3.2 ആണുള്ളത്. ചെറുപയറിൽ 24 ഉണ്ട്. നിലക്കടലയിൽ 17.1 ഉണ്ട്. അപ്പൊ ഇവിടെ കണ്ടതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്കിവിടെ കാണുന്നത് ഏതിലാണ്? ചെറുപയർ അല്ലേ, അങ്ങനെയുള്ള പയർവർഗ്ഗത്തിലാണ് കൂടുതലും ഉണ്ടാവുന്നത്. ചെറുപയറിൽ 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഇനി അടുത്ത ഘടകമാണ് കൊഴുപ്പ് അഥവാ ഫാറ്റ് എന്ന് പറയുന്നത്. നെയ്യ്, അതുപോലെ എണ്ണ, അതിനകത്തൊക്കെ എന്താണ് വരുന്നത്? കൊഴുപ്പാണ്. സോ അത് ചേർത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിലും എന്തടങ്ങിയിരിക്കും? കൊഴുപ്പ് അടങ്ങിയിരിക്കും. അപ്പൊ കൊഴുപ്പില്ലെങ്കിൽ എന്തിനാണ് കൊഴുപ്പ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? കൊഴുപ്പ്. അത് ഒരുപാട് വേണം എന്നില്ല, എന്തും മതി കുറഞ്ഞ അളവിൽ, പക്ഷെ അത് വേണം താനും. മാംസം, അതുപോലെ മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധ തരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. വിവിധ തരം എണ്ണകൾ, നെയ്യ് എന്നിവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകൾ തന്നെയാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഊർജം കൊടുക്കുന്നത് ഏതാണ്? കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ എന്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്? കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ കൊഴുപ്പും ആവശ്യമാണ് ചെറിയ അളവിൽ. കൊഴുപ്പുണ്ടെങ്കിൽ എങ്ങനെ അറിയാം? ഒരു ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക, ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി കൊഴുപ്പും കൊളസ്ട്രോളും എന്താണ് വ്യത്യാസം നോക്കാം. കൊഴുപ്പിന്റെ തന്നെ ഒരു രൂപമാണ് എന്ത്? കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുമുണ്ട്. ഈ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. ഇതാണ് ഹൃദ്രോഗങ്ങൾക്കൊക്കെ കാരണമാവുന്നത്. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. ഒരുപാട് വറുത്തതും പൊരിച്ചതും അങ്ങനെ ഒരുപാട് കഴിക്കുന്നത് കൊഴുപ്പ് കൂടാനും അതുപോലെ കൊളസ്ട്രോൾ വരാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ട്. ഇനി അധികമായാൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് കൊടുത്തേക്കാണ് കേട്ടോ. ഒരു ലാബ് റിപ്പോർട്ട് കാണിച്ചിരിക്കുകയാണ്. ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഈ നോർമൽ വാല്യൂ ആണ്. ബ്ലഡ് ഷുഗറിന്റെ നോർമൽ വാല്യൂ 70 മുതൽ 110 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. കൊളസ്ട്രോൾ ആണെങ്കിൽ അപ് ടു 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ. അപ്പൊ അതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. നോർമൽ വാല്യൂ ഓഫ് ബ്ലഡ് ഷുഗർ ആൻഡ് നോർമൽ വാല്യൂ ഓഫ് ഏതാണ്? കൊളസ്ട്രോൾ. ഇപ്പൊ കൊളസ്ട്രോളും പഞ്ചസാരയും മിനിമം എത്രയാണെന്ന് നോക്കി വെച്ചോളാം. മിനിമവും മാക്സിമവും. ഇതിനകത്ത് മാക്സിമം ആണ് കൊളസ്ട്രോളിന്റെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ് ടു 200 വരെ ഓക്കെ. 200 കഴിഞ്ഞാലാണ് പിന്നെ പേടിക്കേണ്ടത്. അടുത്ത ജീവകങ്ങൾ അഥവാ വിറ്റാമിൻസ്. ഓക്കെ. അപ്പൊ ആരോഗ്യത്തിന്, ഇപ്പൊ ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാവാത്ത മറ്റ്
ഒരു ഘടകമാണ് ഏത്? വിറ്റാമിൻ. അതുപോലെ മറ്റതുണ്ട് മിനറൽസ് അഥവാ ധാതു ലവണങ്ങൾ. വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും വേണ്ടതാണ്. ഇവ കുറഞ്ഞ അളവിൽ മാത്രമാണ് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതു ലവണങ്ങളുടെയും കലവറയാണ്. അതിൽ നിന്നാണ് ലഭിക്കുന്നത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, കുറച്ച് വിറ്റാമിനുകൾ ഒരുമിച്ച് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. നോക്കുക, വൈറ്റമിനില് എ, ബി, സി, ഡി, ഇ, കെ അത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ബി ആൻഡ് സി ഇങ്ങനെ മാർക്ക് ചെയ്ത് മാറ്റിയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വെള്ളത്തിൽ ലയിക്കുന്നവയാണിവ. വെള്ളത്തിൽ ലയിക്കുന്നവയാണ് ഇത്? വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. അപ്പോൾ നോക്കൂ, വൈറ്റമിൻ ബി അടങ്ങിയിരിക്കുന്നത് എന്തിലൊക്കെയാണെന്ന് നോക്കൂ. ധാന്യങ്ങളുടെ തവിട്, അതുപോലെ മുട്ട, പാൽ, ചേമ്പില എന്നിവയിലൊക്കെ എന്താണ്? വൈറ്റമിൻ ബി അടങ്ങിയിരിക്കുന്നു. പിന്നെയോ ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, അതുപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയൊക്കെയാണ് വൈറ്റമിൻ ബിയുടെ അതിന്റെ ധർമ്മങ്ങൾ. എന്തൊക്കെയാണ് വൈറ്റമിൻ ബിയുടെ ധർമ്മങ്ങൾ? ധാന്യകങ്ങളും പ്രോട്ടീനും ഒക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിലേക്ക് പ്രയോജനപ്പെടുത്തണം. അതുപോലെ ചുവന്ന രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽസ്, RBC നിർമ്മിക്കണം. ദെൻ ത്വക്കിന്റെ ആരോഗ്യം. ഇനി വൈറ്റമിൻ സി ആണെങ്കിലോ എവിടെയൊക്കെ ഉണ്ട്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവയിലുണ്ട്. ഇതിന്റെ ധർമ്മം എന്താണ്? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം. ഇത്രയും കാര്യങ്ങളാണ് വൈറ്റമിൻ സി വരുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇത്രയും എന്താണ്? വെള്ളത്തിൽ ലയിക്കുന്നവയാണ് ബിയും സിയും. ഇനി കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവയാണ്. ഇതില് എയിൽ വരുന്ന വൈറ്റമിൻ എയുടെ ആദ്യം നോക്കാം. വൈറ്റമിൻ എ വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണ വസ്തുക്കൾ: ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, മിക്ക ഇലക്കറികളും, അതുപോലെ ചേമ്പില, മുരിങ്ങയില, അങ്ങനെയുള്ള ഇലക്കറികളിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ എ ഉണ്ട്. അതിന്റെ ധർമ്മം എന്താണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യമാണ്. അപ്പൊ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഒന്ന് വരച്ചിടുവാണെങ്കിൽ നമുക്കും എളുപ്പമുണ്ട് റിവിഷൻ ചെയ്യാനൊക്കെ. ഇനി വൈറ്റമിൻ ഡിയുടെ കാര്യമാണെങ്കിൽ ഡി എങ്ങനെയാണ്? ശരിക്കും നേരെ ഫുഡിൽ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്നില്ല. എങ്ങനെയാണ് കിട്ടുന്നത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നതാണ് എന്ത്? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിനും അത് ആവശ്യമാണ്. ഏത്? വൈറ്റമിൻ ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ അബ്സോർബ് ചെയ്യണം ശരീരത്തിലേക്ക്. അതിന് വേണ്ടിയിട്ടും എന്ത് വേണം? വൈറ്റമിൻ ഡി വേണം. വൈറ്റമിൻ ഡി പ്രോപ്പർ ആയിട്ട് ഇല്ലെങ്കിൽ കാൽസ്യം അബ്സോർപ്ഷൻ നടക്കില്ല. ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കാൽസ്യം നമുക്ക് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടില്ല. ഇനി വൈറ്റമിൻ ഇ വരുന്നത് സസ്യ എണ്ണകളിലാണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിനാണ് എന്ത് വരുന്നത്? വൈറ്റമിൻ ഇ വരുന്നത്. ഇനി വൈറ്റമിൻ കെ ആണെങ്കിൽ എന്തിനാ ഉള്ളത്? കെ ഫോർ ക്യാബേജ്. ചുമ്മാ ആലോചിക്കുക കേട്ടോ. കെ ഫോർ ക്യാബേജിന്റെ സ്പെല്ലിംഗ് സി ആണ്, ബട്ട് അതല്ല, അങ്ങനെ ആലോചിക്കാം. ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ഇപ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ അതൊക്കെ ഏകദേശം ഒരുപോലെ അല്ലേ? അതിലൊക്കെ എന്തുണ്ട്? വൈറ്റമിൻ കെ ഉണ്ട്. പിന്നെ എന്താണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം, വൈറ്റമിൻ കെയുടെ ധർമ്മം വരുന്നത്. അപ്പോൾ ഈ എല്ലാ വൈറ്റമിൻസും എന്തിൽ അടങ്ങിയിരിക്കുന്നു, എന്താണ് ധർമ്മം എന്ന് പഠിക്കാം. അപ്പൊ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ മുറിക്കുന്നതിന് മുമ്പ് കഴുകുന്നതാണോ മുറിച്ച ശേഷം കഴുകുന്നതാണോ നല്ലത്? മുറിക്കുന്നതിന് മുമ്പ് തന്നെ കഴുകുന്നതാണ് നല്ലത് അല്ലേ? കാരണം വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണെങ്കിൽ എന്ത് സംഭവിക്കും? മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ വൈറ്റമിനുകളും നഷ്ടപ്പെടാം. പിന്നെ അടച്ചു വെച്ചില്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അതിലെ വൈറ്റമിൻ സി എന്തായി പോകുന്നു? നീരാവിയിലേക്കും. അത് നീരാവിയുടെ ഒപ്പം പുറത്തു പോകും. അപ്പോൾ അടച്ചു വേവിക്കുവാണെങ്കിൽ എന്താ? അതിന് കുറച്ച് റീറ്റെയിൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. ഇനി ധാതു ലവണങ്ങളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അഥവാ മിനറൽസ്. ഇപ്പോൾ വിളർച്ചയുണ്ടെങ്കിൽ ഇലക്കറികൾ കഴിക്കണം എന്നൊക്കെ പറയും. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിൽ മിനറൽസ് അല്ലെങ്കിൽ ധാതു, എക്സാമ്പിൾ എന്താണ്? അയൺ കണ്ടന്റ് ഒക്കെ അല്ലേ? അങ്ങനെ ഉണ്ട്. അപ്പോൾ ഓരോരോ ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഇപ്പൊ ഇരുമ്പിന്റെ ധർമ്മം എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണം. ഏതിലൊക്കെയാണ് കാണപ്പെടുന്നത് ഇരുമ്പ്? അല്ലെങ്കിൽ എന്തൊക്കെ കഴിച്ചാൽ നമുക്ക് ഇരുമ്പ് കിട്ടും? ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര, കരൾ എന്നിവയിലൊക്കെ എന്തുണ്ട്? അയൺ കണ്ടന്റ് ഇഷ്ടംപോലെ ഉണ്ട്. ഇനി അടുത്തത് കാൽസ്യം, ഫോസ്ഫറസ് എന്നീ മിനറൽസ് ആണെങ്കിലോ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും നമുക്കറിയാം കാൽസ്യം ഫോസ്ഫറസ് എല്ല് പല്ലിന് വേണ്ടിയിട്ട് വേണം അല്ലേ. കൂടാതെ പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും വേണം. എന്തിലൊക്കെ ഉണ്ട്? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലൊക്കെ അത് ഉണ്ട്. ഇനി സോഡിയം ആണെങ്കിലോ ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് ആരാണ്? സോഡിയമാണ്. അങ്ങനെ തന്നെ ചോദ്യം വരാം. അപ്പൊ അത് ഏതിലാണ് അടങ്ങിയിരിക്കുന്നത്? സോഡിയം നമുക്ക് ഏതിൽ നിന്നാണ് കിട്ടുന്നത്? കറിയുപ്പിൽ നിന്ന് ലഭിക്കും. ഇനി അയഡിൻ എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമാണ്. അത് കടൽ വിഭവങ്ങളിൽ നിന്നും, അയഡിൻ ചേർത്ത ഉപ്പിൽ നിന്നും, കടൽ മത്സ്യങ്ങളുടെ തലയിൽ നിന്നും ഒക്കെയാണ് നമുക്കത് കഴിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പ്രധാനപ്പെട്ട മിനറൽസും ഓർത്തുവെക്കുക. ഇനി പോഷക അപര്യാപ്തത രോഗങ്ങളുണ്ട്. നേരത്തെ ഇതിനെ സംബന്ധിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. രോഗങ്ങൾ, പോഷക അപര്യാപ്തത രോഗങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പണ്ടത്തെ ക്ലാസ്സിന്റെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്ന ഈ രോഗങ്ങൾ, അപ്പൊ ഈ പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത കാരണം ശരീര വളർച്ച എന്ത് ചെയ്യും? മുരടിക്കും. പലതരം രോഗങ്ങളും ഉണ്ടാകും. അതാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. ജസ്റ്റ് ഈ രോഗങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല എന്നതാണ് അതിന്റെ ലക്ഷണം. വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി, മോണയിൽ പഴുപ്പും രക്തസ്രാവവും. അതുണ്ടാവുന്നത് ഏത് വൈറ്റമിൻ കുറവായിട്ടാണ്? വൈറ്റമിൻ സി. വൈറ്റമിൻ ഡി ആണെങ്കിലോ രോഗം കണ. അതിന്റെ അർത്ഥം എന്താണ്? അസ്ഥികൾ, അല്ലെങ്കിൽ ലക്ഷണം എന്താണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇരുമ്പിന്റെ കുറവ് മൂലം വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉണ്ടാകും. അതാണ് ലക്ഷണം, രക്തക്കുറവ്, വിളർച്ച. അയഡിന്റെ ആണെങ്കിൽ രോഗം ഗോയിറ്റർ ആണ്, തൊണ്ടയിൽ മുഴയാണ് അതിന്റെ ലക്ഷണം വരുന്നത്. അപ്പൊ ഈ പ്രധാനപ്പെട്ട രോഗങ്ങളും ലക്ഷണങ്ങളും ഒക്കെ നോക്കി വെക്കുക. ഈ പോഷകങ്ങൾ കൂടാതെ നമുക്ക് ആഹാരത്തിൽ നിന്ന് പോഷകേതര ഘടകങ്ങളും വേണം. ഈ പോഷകേതര ഘടകങ്ങൾ, പോഷകങ്ങളല്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ജലം, അടുത്തത് നാരുകൾ. ജലത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ 2/3 ഭാഗവും ജലമാണ്. തലച്ചോറിന്റെ 85% ജലമാണ്. രക്തത്തിന്റെ 90% ജലമാണ്. അതുപോലെ എല്ലുകളുടെ 25% എന്താണ്? ജലമാണ്. തലച്ചോറിന്റെ 85, രക്തത്തില് 90, എല്ലുകളിലെ 25% ജലമാണ്. ഇനി ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്നത് ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതുണ്ട്. ഇനി നാരുകൾ അഥവാ ഫൈബേഴ്സ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണ് നാരുകൾ. സെല്ലുലോസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സെല്ലുലോസ് ഒരു ടൈപ്പ് ഓഫ് എന്താണ്? കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. ശരീരത്തിന് പോഷകഘടകങ്ങളൊന്നും നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. അതിനാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയൊക്കെ നാരുകളുടെ കലവറയാണ്. ഇനി സമീകൃത ആഹാരം എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് എന്ത് വിളിക്കുന്നത്? സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3rd ചാപ്റ്റർ ആണ്. പൂവിൽ നിന്ന് പൂവിലേക്ക് എന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിതിൽ ഒരുപാട് പ്രയോജനപ്പെട്ട അല്ലെങ്കിൽ PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് കുറച്ച് ക്ലാസ്സുകൾ നേരത്തെ ചെയ്തിട്ടുള്ളതിന്റെ ലിങ്കും കൂടി താഴെയുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പൂവ്, ആ പൂവിന്റെ ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. ശരിക്കും ഈ ഓരോ ടേംസ് നമ്മളൊന്ന് നോക്കി വെക്കുക.
കണ്ടോ, ഇതാണ് കേസരപുടം. ദളം, ദളം എന്ന് പറഞ്ഞാൽ ഇതളില്ലേ, ഇതളാണ്. അതുപോലെ ജനിപുടം, ജനിപുടം എന്ന് പറഞ്ഞ ഭാഗം ഇതാണ്. വിതളം, വിതളം എന്ന് പറഞ്ഞത് ഇതാണ് വിതളം. പുഷ്പാസനം, ഈ ഒരു പോർഷനാണ് പുഷ്പാസനം. പൂഞ്ഞെട്ട്, ഇതാണ് പൂഞ്ഞെട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആ ടേമുകൾ കേസരപുടം, ദളം, ജനിപുടം, വിതളം, പുഷ്പാസനം, പൂഞ്ഞെട്ട്, ഇതെല്ലാം എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഇവിടെ മാച്ച് ചെയ്യാനായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു. ഏതായിരിക്കും പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത്? പുഷ്പാസനം അഥവാ തലാമസ്. തലാമസ് എന്നാണ് കേട്ടോ ഇംഗ്ലീഷിൽ. അപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യുന്നവര് ആ ഒരു ടേമും കൂടി നോക്കി വെക്കുക കേട്ടോ, തലാമസ് എന്ന് പറയുന്നത്. അപ്പൊ പുഷ്പാസനം അല്ലെങ്കിൽ തലാമസ് ആണ് എന്ത്? പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത്. അടുത്തത് നോക്കൂ, പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നു. ഒരു പൂവിന് നിറവും മണവും ആകർഷകത്വവും ഒക്കെ നൽകുന്നത് ശരിക്കും എന്താണ്? ആ പൂവിന്റെ ദളമാണ് അല്ലെ, ദളം. ദളം അല്ലെങ്കിൽ കൊറോല, ദളം അല്ലെങ്കിൽ കൊറോല. അടുത്തത് നോക്കൂ, പൂവിലെ ആൺലിംഗാവയവം അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ളതാണ്. പൂവിലെ ആൺലിംഗാവയവം ഏത്? അതായത് പരാഗിയും തന്തുകവും ചേർന്നത്, അതാണ് ആൺലിംഗാവയവം. ഏതാണ്? കേസരപുടമാണ്. ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കേസരപുടം, ആൻഡ്രീഷ്യം. എന്താണ്? ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം എന്ന് ഓർക്കുക കേട്ടോ. പൂവിലെ പെൺലിംഗാവയവം, പെൺലിംഗാവയവം ഏതാണ്? പരാഗണ സ്ഥലം, അതുപോലെ ജനിദണ്ഡ്, അണ്ഡാശയം എന്നിവ ചേർന്നതാണ് എന്ത്? പെൺലിംഗാവയവം. അപ്പൊ ഇങ്ങനെയും ചോദിക്കും. പൂവില് പരാഗണ സ്ഥലം, ജനിദണ്ഡ്, അണ്ഡാശയം എന്നിവ ചേർന്നതിന് എന്തു പറയുന്നു? ജനിപുടം. ജനിപുടം അല്ലെങ്കിൽ ഗൈനീഷ്യം. ഗൈനീഷ്യം. ഓക്കെ, നമ്മള് അടുത്തത് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ചു നിർത്തുന്നു. ഏതാണ് പൂവിനെ അതിന്റെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ചു നിർത്തുന്നത്? പൂഞ്ഞെട്ടാണല്ലേ. ഇതാണ് കേട്ടോ പൂഞ്ഞെട്ട്. പൂഞ്ഞെട്ട് അഥവാ പെഡിസെൽ. പെഡിസെൽ ആണ്. അടുത്തത് മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു. വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. മൊട്ടായിട്ടിരിക്കുമ്പോൾ, പൂമൊട്ടായിട്ടിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കും. വിരിഞ്ഞതിന് ശേഷം ആ ദളങ്ങളെ താങ്ങി നിർത്തും. ആരാണ്? വിതളം. ഏതാണ്? വിതളം അല്ലെങ്കിൽ കാലിക്സ് ആണ്. വിതളം അല്ലെങ്കിൽ കാലിക്സ്. അപ്പൊ ഈ ടേമുകൾ മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്തത് പൂക്കളെ പറ്റി പഠിക്കാം. പലതരത്തിലുള്ള പൂക്കളും അതിൽ നിന്ന് എങ്ങനെ വിത്തിനങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് പഠിക്കണം. പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് മാമ്പൂക്കുലയും മാങ്ങയും കാണിച്ചിട്ടുണ്ട്. ഫലത്തിനുള്ളിലെ ഈ വിത്ത് മുളച്ചാട്ടാണ് നമ്മൾ പിന്നീട് എന്തുണ്ടാവുന്നത്? തൈച്ചെടികൾ ഉണ്ടാവുന്നത് അല്ലെ. അപ്പോ ഓരോ ജീവിവർഗവും അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് എന്ത്? പ്രത്യുൽപാദനം. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് ആരാണ്? പൂക്കൾ. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗിക അവയവമാണ് ഏത്? പൂക്കൾ. ഇങ്ങനെ ജനറൽ ആയിട്ട് പറയുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ മതി? പൂക്കൾ എന്ന് തന്നെ പറഞ്ഞാൽ മതി. സസ്യങ്ങളുടെ ലൈംഗിക അവയവം പൂക്കൾ. ഇനി പൂമ്പൊടി. ഒരു പൂമ്പൊടി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചേക്കെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ചെമ്പരത്തിയുടെ അറ്റത്ത് കണ്ടിട്ടില്ലേ? ആ പൂമ്പൊടിയെ എന്തെന്ന് വിളിക്കുന്നു? പരാഗരേണുക്കൾ എന്ന് വിളിക്കുന്നു. പരാഗരേണുക്കൾ. നോക്കൂ, ഇവിടെ ജനിപുടം അഥവാ ഗൈനീഷ്യം, കേസരപുടം അഥവാ ആൻഡ്രീഷ്യം. നമ്മൾ പറഞ്ഞു ആ ഒരു കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഇവിടെ പറഞ്ഞു ആൺലിംഗാവയവമാണ് കേസരപുടം, അതുപോലെ പെൺലിംഗാവയവമാണ് ജനിപുടം. അത് രണ്ടും സെപ്പറേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ജനിപുടം എവിടെയാണുള്ളത്? അണ്ഡാശയത്തിലെ ഓവ്യൂളിനകത്ത് അണ്ഡം കാണപ്പെടുന്നു. അതാണ് ഈ ഓവ്യൂൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലാണ് അണ്ഡം കാണപ്പെടുന്നത്. ആൻഡ് ഇതാണ് അണ്ഡാശയം എന്ന് പറയുന്നത്. ജനിപുടം എന്ന് പറഞ്ഞത് ഈ മൂന്നും കൂടി ചേർന്നതാണ്. പരാഗണ സ്ഥലം, ജനിദണ്ഡ്, അണ്ഡാശയം എന്നിവ ചേർന്നതാണ് എന്ത്? ജനിപുടം എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ജനിപുടമാണ് എന്താണ്? സ്ത്രീലിംഗ അവയവം അല്ലെങ്കിൽ പെൺലിംഗ അവയവം സസ്യങ്ങളിൽ അല്ലെങ്കിൽ പൂക്കളിൽ. കേസരപുടമാണ് ആൻഡ്രീഷ്യം.
അതിൽ പ്രധാനമായിട്ടും രണ്ട് പാർട്സ് ആണ് ഉണ്ടാവുക, പരാഗിയും തന്തുകവും. പരാഗിയും തന്തുവും. പരാഗിയാണ് ഇത്, ആ പരാഗിയിലാണ് ഈ പരാഗരേണുക്കൾ ഉള്ളത്, അറ്റത്തുള്ള ആ പരാഗരേണുക്കൾ ഉള്ളത്. അതുപോലെ തന്തുകം എന്ന് പറഞ്ഞതാണ് ഈ ഒരു തണ്ട് വരുന്നത്. അപ്പൊ അത്രയും പോർഷൻ ചേർന്നാണ് കേസരപുടം. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. കേസരപുടത്തിലെ പരാഗിയിൽ പരാഗരേണുവിലാണ് പുംബീജം. അപ്പൊ അണ്ഡം ഇവിടെയാണ്, അതുപോലെ പുംബീജവും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് സസ്യങ്ങളിലെ പ്രജനനം നടക്കുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചേക്കുവാണ് കേട്ടോ. ചില പൂക്കളില് കേസരപുടവും ജനിപുടവും ഒരു പൂവിൽ തന്നെ ഉണ്ടാവും. ചില തരം ചെടികളിൽ കേസരപുടം ഒരു പൂവിലും അതുപോലെ അതിന്റെ തന്നെ വേറൊരു പൂവിലായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക, ജനിപുടം ഉണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താന്ന് നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോക്കോളൂ. അരളിയില് കേസരപുടവും ജനിപുടവും ഒരു പൂവിൽ തന്നെ ഉണ്ടല്ലേ. എന്നാൽ മത്തനിൽ എങ്ങനെയാന്ന് നോക്കൂ. കേസരപുടം ഈ പൂവിലുണ്ടെങ്കിൽ ജനിപുടം ഈ പൂവിലാണുള്ളത്. ആ ഒരു പോർഷൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ പാവലിനകത്താണെങ്കിൽ കേസരപുടം ഇതിവിടെ കാണിച്ചിട്ടുണ്ട്, വേറൊരു പൂവിനകത്താണ് എക്സാമ്പിൾ ആയിട്ട് ജനിപുടം കാണിച്ചിരിക്കുന്നത്. ശംഖുപുഷ്പത്തില് രണ്ടും ഒന്നിൽ തന്നെ കാണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു പൂവിൽ, അതായത് ഒരേ പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണുന്നുണ്ടെങ്കിൽ അതിന് ദ്വിലിംഗ പുഷ്പം എന്ന് പറയുന്നു. ആൺലിംഗമുണ്ട് പെൺലിംഗമുണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നതിന് ദ്വിലിംഗ പുഷ്പം അഥവാ ബൈസെക്ഷുവൽ ഫ്ലവർ എന്ന് പറയുന്നു. ഇനി കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിലാണ് കാണുന്നതെങ്കിലോ അതിന് യൂണിസെക്ഷുവൽ ഫ്ലവർ അല്ലെങ്കിൽ ഏകലിംഗ പുഷ്പം എന്ന് പറയുന്നു. ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നത് ദ്വിലിംഗ പുഷ്പം, കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നത് ഏകലിംഗ പുഷ്പമാണ്. ഇനി ആൺപൂവും പെൺപൂവും, അങ്ങനെ എന്തുകൊണ്ടാണ് ഒരു പൂവിനെ ആൺപൂവെന്നും മറ്റൊരു പൂവിനെ പെൺപൂവെന്നും ഒക്കെ വിളിക്കുന്നത്? അതായത് ആൺലിംഗ ഭാഗം മാത്രം, അതായത് കേസരപുടം മാത്രമുള്ള പൂക്കളാണ് എന്ത്, ആൺപൂക്കൾ. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞപ്പോ മത്തന്റെ ആൺപൂവാണ് ഏത്, ഇത്. മത്തന്റെ പെൺപൂവാണ് ഇത്. മനസ്സിലായോ? അപ്പോ കേസരപുടം മാത്രമുള്ള പൂക്കൾ ആൺപൂക്കളും ജനിപുടം മാത്രമുള്ള പൂക്കൾ പെൺപൂക്കളുമാണ്. മത്തൻ, വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, അതുപോലെ തെങ്ങ്, കവുങ്ങ് എന്നിവയില് ആൺപൂക്കളും ഉണ്ട് പെൺപൂക്കളും ഉണ്ട്. അപ്പൊ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൺപൂവും പെൺപൂവും ആ എക്സാമ്പിൾസ് പ്രത്യേകം നോട്ട് ചെയ്യാം. ഇനി ആൺമരം പെൺമരം, ഇപ്പൊ ജാതിയുടെയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, ആൺജാതി പെൺജാതി അല്ലേ. ആ ഒരു ജാതി മരത്തിന്റെ തന്നെ ക്ലാസിഫിക്കേഷൻ പലർക്കും ഓൾറെഡി അറിയാവുന്നതാണ്. എന്താണ് ആൺമരം പെൺമരം എന്ന് പറയുന്നത്? ഇപ്പോ എക്സാമ്പിൾ ഒന്ന് കുടപ്പന, അതുപോലെ കുടംപുളി, ജാതി എന്നീ സസ്യങ്ങളില് ആൺമരവും ഉണ്ട് പെൺമരവും ഉണ്ട്. ആൺമരത്തില് എന്ത് പൂക്കൾ മാത്രമേ ഉള്ളൂ? ആൺപൂക്കൾ മാത്രമേ ഉള്ളൂ. പെൺമരത്തില് പെൺപൂക്കൾ മാത്രമേ ഉള്ളൂ. ആൺമരത്തിൽ ആൺപൂക്കളും പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രവും ഉള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് വിത്തായി മാറാൻ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ വിത്തായിട്ട് എങ്ങനെയാണ് മാറുന്നത്, ഒരു പൂക്കളില് എങ്ങനെയാണ് വിത്ത് ഉണ്ടാവുന്നത്. അപ്പൊ അതിന് നടക്കുന്ന ആ പ്രവർത്തനം അതാണ് ബീജസങ്കലനം, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ബീജസങ്കലനത്തിന് ശേഷമാണ് ഒരു ചെടിയില് ഫലം ഉണ്ടാകുന്നത്. എന്താണ് ബീജസങ്കലനം? പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരണം. അങ്ങനെ പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് എന്ത്? ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഇവിടെ പരാഗണ സ്ഥലമുണ്ട്, പരാഗിയുണ്ട്. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ അണ്ഡാശയത്തിലുള്ള അണ്ഡവുമായിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു പരാഗരേണുക്കൾ എന്ത് ചെയ്യണം? കൂടിച്ചേരണം. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതാണ് എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നതിനൊരു വലിയൊരു എക്സാമ്പിൾ ആണ്. നമ്മള് ഈ പൂമ്പാറ്റ അല്ലെങ്കിൽ തേനീച്ച ഒക്കെ തേൻ കുടിച്ചു പോകുന്നതോടൊപ്പം ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കളെ മറ്റൊരു പൂവിലേക്ക് എത്തിക്കും. അങ്ങനെ പരാഗണം സംഭവിക്കുന്നു അല്ലേ. അപ്പോ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിന് എന്തെന്ന് പറയുന്നു? എന്താണ്? പരാഗണം എന്ന് പറയുന്നു. പരാഗണം. അതുപോലെ ആ പരാഗണം നടന്നതിന് ശേഷം ഈ പുംബീജം അണ്ഡാശയത്തിൽ എത്തി അണ്ഡവുമായി കൂടിച്ചേരുന്നതാണ് എന്ത്? ബീജസങ്കലനം.
ദുർഗന്ധമുള്ള പൂക്കളുമുണ്ട്. ദുർഗന്ധമുള്ള പൂക്കൾ, ഫോർ എക്സാമ്പിൾ ചേനപ്പൂവ്. ഈ ചേനപ്പൂവ് വളരെ ഒരു ദുർഗന്ധമാണ്, നല്ല സ്മെല്ലല്ല. അപ്പോൾ ചേനയിലും അതുപോലെ ചേമ്പിലും ഒക്കെ പരാഗണം നടത്തുന്നത് ഈച്ചകളാണ്. കണ്ടോ, ഈച്ചകൾ. അപ്പൊ ചേനയിലും ചേമ്പിലും പരാഗണം നടത്തുന്ന ആരാണ്? ഈച്ചകളാണ്. പോളിനേഷൻ ആണ് കേട്ടോ പരാഗണത്തിന് പറയുന്ന ടേം, പോളിനേഷൻ. പോളിനേഷൻ ഏജന്റ് ചേനയിലും ചേമ്പിലും ആരാണ്? ഈച്ചകൾ. ഈ ഈച്ചകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ദുർഗന്ധം. ഈച്ചകൾ പ്രധാനമായിട്ട് ഈ ദുർഗന്ധം ഉള്ളത് ചീത്ത വസ്തുക്കൾ ഉള്ളിടത്തൊക്കെയല്ലേ സാധാരണ കാണുക. അപ്പോൾ ഈച്ചകളെ ആകർഷിക്കാനായിട്ടാണ് ദുർഗന്ധം അതിനുള്ളത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് വെറുതെ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അരിപ്പൂവ്, വെള്ളില, ബോഗൺവില്ലയൊക്കെ കാണിച്ചിരിക്കുന്നു. ഇനി നോക്കൂ, ഈ നെൽച്ചെടിയുടെ പൂവ് നമുക്കറിയാം, ഇതാണ് നെൽച്ചെടിയുടെ പൂവ്. ഈ നെൽച്ചെടികളുടെ പൂവ് എല്ലാ നെൽച്ചെടിയിലും ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നെല്ലായി മാറണമെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കണം? പരാഗണം സംഭവിക്കണം, ബീജസങ്കലനം സംഭവിക്കണം. എങ്ങനെയാണ് പരാഗണം സംഭവിക്കുക? അതായത് ഈ ഒരു കാറ്റുവഴി, ഈ നെൽച്ചെടിയുടെ പൂവുണ്ടല്ലോ, കാറ്റുവഴിയും ജലം വഴിയും ഒക്കെയാണ് ശരിക്കും സംഭവിക്കുന്നത് കേട്ടോ. മഴ സംഭവിക്കുമ്പോഴും കാറ്റ് വരുമ്പോഴും ഒക്കെയാണ് നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത്. അപ്പൊ ഇതിന് നേരത്തെ തന്നെ പരാഗണത്തിന്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, താഴെ ലിങ്ക് കൊടുക്കാം. അതിൽ പലതരത്തിലുള്ള പരാഗണവും പരാഗണകാരികളെ പറ്റിയും കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ക്ലാസ് കണ്ട ഒരു വ്യൂവർ ഈ ഒരു ക്ലാസ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിരുന്നു. ഞാൻ നോട്ട് പ്രിപ്പറേഷൻ വീഡിയോ ചെയ്തിരുന്നല്ലോ, അപ്പൊ അത് കണ്ട് നോട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് ആളെനിക്ക് സെൻഡ് ചെയ്തു. വളരെ സന്തോഷം അങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പൊ നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യുന്നു എന്നറിയില്ല, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുരുമുളക് ചെടിയിലാണെങ്കിൽ ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളി, മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയൊക്കെയാണ് കുരുമുളക് ചെടിയിലെ പരാഗണകാരി. അപ്പൊ അതൊക്കെ നോക്കുക. ഇനി കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്താണ്? കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, അതായത് ഇപ്പോ ഒരു മികച്ച വിത്തിനം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് നമുക്ക് ഗുണമേന്മയുള്ള ഒരു ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ചിട്ട് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറാറുണ്ട്. അതിനാണ് എന്ത്? കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഗുണമേന്മയുള്ള ഒരു ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറുന്നു. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ആ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിരുന്നു, വാനിലയില് സാധാരണ പരാഗണം നടത്തുന്നത് മെലിപ്പോണ എന്ന ഇനത്തിൽപ്പെട്ട ചെടിയാണ്. പക്ഷെ അത് മെക്സിക്കൻ കാടുകളിലാണ് ഈ മെലിപ്പോണ എന്ന് പറഞ്ഞ തേനീച്ചയുള്ളൂ. പക്ഷെ വാനില നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഈ പ്രാണികളില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കൃത്രിമ പരാഗണം നടത്തും. ഏതില്? വാനിലയില്. ഇനി ഈ പരാഗരേണുക്കള് അതേ ഇനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുമ്പോൾ മാത്രമാണ് പരാഗണം ഫലവത്താകുന്നത്. ഇപ്പോ ചെമ്പരത്തി പൂവില് വന്നിരിക്കുന്ന അതേ തേനീച്ച ചിലപ്പോൾ റോസാപ്പൂവിലും വന്നിരിപ്പുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്പിലുള്ള പൂക്കൾ അങ്ങനെ പോയിരിക്കുമ്പോൾ ആ പരാഗണം സംഭവിക്കുകയില്ല അല്ലെ. അപ്പൊ മറ്റിനം പൂക്കളുടെ പരാഗണ സ്ഥലത്ത് വീഴുന്ന പൂമ്പൊടികള് സാധാരണ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ആ ഒരു ബീജസങ്കലനമോ ഒന്നും നടക്കുന്നില്ല. അപ്പോ ഇത് വേറൊരു എക്സാമ്പിൾ ആണ് സ്വപരാഗണം. സ്വപരാഗണം എന്ന് വെച്ചാൽ ഈ ഇതിൽ നിന്ന് തന്നെ ഇതിലേക്ക് വരുന്നതാണ് സ്വപരാഗണം. ഒരു പൂവിൽ തന്നെ സംഭവിക്കുന്നു. പിന്നെ വേറൊരു സ്വപരാഗണം പറയുന്നത് ഒരു ചെടിയിൽ തന്നെ രണ്ട് പൂക്കൾ തമ്മിൽ പരാഗണം സംഭവിക്കാം. അതുപോലെ പരപരാഗണം എന്ന് പറയുന്നത് ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് ചെടികൾ, ആ രണ്ട് ചെടികളിലുള്ള രണ്ട് പൂക്കള് അത് തമ്മിൽ പരാഗണം സംഭവിക്കാം. അത് പരപരാഗണം. ഓക്കെ, ഇനി കൊഴിയുന്ന ഇതളുകൾ. ഇപ്പൊ സാധാരണ ഈ പരാഗണം സംഭവിച്ചതിന് ശേഷം പുംബീജം അണ്ടാശയത്തിലേക്ക് എത്തി അണ്ഡവുമായി ചേരുകയും ഫലമുണ്ടാവുകയും ചെയ്യും. ഈ ഘട്ടത്തില് ഇതളുകളും കേസരപുടവും ഒക്കെ സാധാരണ ഉണങ്ങി കൊഴിഞ്ഞു പോകും അല്ലെ. പൂ കുറച്ച് കഴിയുമ്പോൾ എന്തായി പോകും? കൊഴിഞ്ഞു പോകും. എന്നിട്ടാണ് ഫലമായി മാറുന്നത്, പിന്നെ വിത്തായി മാറുന്നതൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെ കൊഴിയുന്ന ഇതളുകളെ പറ്റിയിട്ടാണ്. അപ്പൊ ചില ഭാഗങ്ങള് എന്നാലും നിലനിൽക്കും. അതായത് പൂവ് ഫലമായിട്ട് മാറുമ്പോൾ ചില ഭാഗങ്ങൾ കൊഴിഞ്ഞു പോകും, ചില ഭാഗങ്ങൾ എന്ത് ചെയ്യും? നിലനിൽക്കും. നോക്കൂ, ഇതാണ് നമ്മുടെ തക്കാളിപ്പൂവ്. ഈ തക്കാളിപ്പൂവിലെ ഈ ഒരു ഭാഗം ഇല്ലേ, ഈ ഒരു വിതളം എന്ന് പറഞ്ഞ ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് ഇവിടെ നിലനിൽക്കുന്നത്. കണ്ടോ, തക്കാളി ഫലമാകുമ്പോൾ. ഇതാണ് വെള്ളരിപ്പൂവ് വരുന്നത്. അപ്പൊ വെള്ളരിപ്പൂവ് പിന്നെ വെള്ളരി ഫലമായി മാറുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഭാഗത്താണ് അത് വലുതായി വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. നോക്കൂ, ഓവ്യൂള്
അതുപോലെ അണ്ടാശയം, ഒരു കുമ്പളം പൂവെടുത്തിട്ട് ഓവ്യൂളും അണ്ടാശയവും മാർക്ക് ചെയ്തേക്കാണ്. ഓവ്യൂൾ എന്ന് പറഞ്ഞാൽ അണ്ടമാണിത്. ഇത് ഇത്രയും പോർഷൻ അണ്ടാശയം, അതിന്റെ ഉള്ളിലാണ് വരുന്നത്. ഇത് കുമ്പളത്തിന്റെ പൂവാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇത്രയും ഭാഗം എന്താണ്, പൂവ് അങ്ങ് കരിഞ്ഞു പോയി. ഇനി കുമ്പളത്തിന്റെ ഛേദം, ഒരു കുമ്പളം ആ ഒരു ഫലം എടുത്തിട്ട് അത് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു ഭാഗമാണ് ഫലം എന്ന് പറയുന്നത്. പുറമെയുള്ള ഭാഗം, അതായത് ഈ അണ്ടാശയ ഈ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഫലം എന്ന് പറയുന്നത്. ആ ഉള്ളിലാണ് എന്തു വരുന്നത്, വിത്ത് വരുന്നത് കേട്ടോ. ഇനി ഏത് ഭാഗം വളർന്നിട്ടാണ് വിത്ത് വരുന്നത്, ഓവ്യൂൾ അല്ലെ. ഏത് ഭാഗം വളർന്നിട്ടാണ് ഫലം ഉണ്ടായത്, ആ അണ്ടാശയം പോർഷൻ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണ് പൂവിൽ നിന്ന് ഫലം ഉണ്ടാകുന്നത്. അപ്പൊ പല പൂവിലും പല ചെടികളിലും പല പാർട്ടുകളായിരിക്കും ചിലപ്പോൾ ഈ ഫലമായിട്ടും വിത്തായിട്ടും മാറുന്നത്. അതിന് പല എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ നോക്കുവാണെങ്കിൽ മാമ്പൂവിനകത്ത് ഓവ്യൂള് കാണിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഓവ്യൂള് അതാണ് വിത്ത്, നമ്മൾ മാങ്ങാണ്ടി എന്ന് പറയും അല്ലേ, അത് ഓവ്യൂള്, അതാണ് വിത്തായിട്ട് മാറുന്നത്. അതുപോലെ അണ്ടാശയം, ഈ അണ്ടാശയമാണ് ശരിക്കും എന്തായി മാറുന്നത്, ഫലമായിട്ട് മാറുന്നത് മാങ്ങയില് കേട്ടോ. ഇനി അതിലൊക്കെ ഒരു പൂവിൽ നിന്ന് ഒരു ഫലമാണ് ഉണ്ടാവുന്നത്, അതും ശ്രദ്ധിക്കുക കേട്ടോ. ഒരു പൂവിൽ നിന്ന് ഒരു ഫലമാണ് ഉണ്ടാവുന്നത്. അതിന് പറയുന്നത് സിമ്പിൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ലഘുഫലങ്ങൾ എന്ന് പറയും. നോക്കൂ, ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാകുന്ന ഫലങ്ങളാണ് എന്ത്, ലഘുഫലങ്ങൾ. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. സിമ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിൾ ചോദിക്കും. എല്ലാം കൂടി നമ്മൾ പഠിച്ചുമ്പോൾ കൺഫ്യൂഷൻ ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ഇതുപോലെ പിക്ചർ കണ്ട് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം, മറന്നു പോവില്ല കേട്ടോ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, അവസാനം വരെ വീഡിയോ കാണുക. ഇവയിൽ ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാവുന്നു. ഫോർ അനദർ എക്സാമ്പിൾ ആണ് ഏത്, തക്കാളിപ്പൂവ്. നോക്കൂ, ഇതിൽ ഈ ഓവ്യൂൾ ഉണ്ടല്ലോ, അതാണ് ഈ വിത്തായിട്ട് മാറുന്നത്. അതുപോലെ ഈ അണ്ടാശയം ഈ പോർഷനാണ് ഫലമായിട്ട് മാറുന്നത്. ആ ഷേപ്പ് തന്നെ ഒന്ന് നോക്കുക കേട്ടോ. ഇനി ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുന്നെങ്കിലോ, ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളെ പുഞ്ചഫലം. നോക്കൂ, ആ ടേം ഒക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. സാധാരണ നമ്മൾ അങ്ങനെ പറയുന്ന ഒരു ടേം അല്ല പുഞ്ചഫലം, അല്ലെങ്കിൽ അഗ്രഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയും. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലം ഉണ്ടാവുന്നു എങ്കിൽ അത്തരം ഫലങ്ങളാണ് പുഞ്ചഫലം അഥവാ അഗ്രഗേറ്റ് ഫ്രൂട്ട്. നോക്കൂ, സീതപ്പഴം, ബ്ലാക്ക്ബെറി. സീതപ്പഴം ഇത് തന്നെയാണ് സീതപ്പഴം വരുന്നത്, ബ്ലാക്ക്ബെറി. ഓക്കെ, ഇത് എഴുതിപ്പോ തെറ്റിപ്പോയതാണ് കേട്ടോ. ബ്ലാക്ക്ബെറി, അരണമരക്കായ എന്നിവയൊക്കെ എന്താണ്, പുഞ്ചഫലങ്ങളാണ്. ഇത് സീതപ്പഴമാണ് കേട്ടോ. ഇത് സീതപ്പഴത്തിന്റെ പൂവ്, ഇത് സീതപ്പഴമാണ്, ബ്ലാക്ക്ബെറി കാണിക്കാത്തതാണ്, സോറി. അരണമരക്കായ ഇതൊക്കെ എന്താണ്, പുഞ്ചഫലങ്ങളാണ്. അതായത് ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നു. ഇനി നോക്കുക, ഒന്നല്ലെങ്കിലും ഒന്നായി, അത് വേറൊരു കാറ്റഗറിയാണ് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്ലാവിന്റെ പൂവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാമോ, അനേകം ഒന്നോ രണ്ടോ ഒന്നും അല്ല, അനേകം ചെറുപൂക്കൾ ഒരു പൊതു തണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ പൂവല്ലേ. അപ്പൊ അതിനകത്ത് ഒരു പൊതു തണ്ടില് ഒരുപാട് പൂക്കൾ വരുവാണ്, ഒരുപാട് പൂക്കൾ കേട്ടോ. ആ പ്ലാവിന്റെ പൂങ്കുല നോക്കുവാണെങ്കിൽ നമുക്കത് ലെൻസിലൂടെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും. അതായത് പ്ലാവിന്റെ ഒരു പൂങ്കുലയില് 100 കണക്കിന് പൂക്കളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പൂങ്കുലയിൽ നിന്ന് എത്ര ഫലങ്ങൾ ഉണ്ടാകും, ഇങ്ങനെ എത്ര ഫലങ്ങൾ ഉണ്ടാകും, അത് ആലോചിക്കുക കേട്ടോ. അതില് ഓരോ പൂക്കളിൽ നിന്നും ഉണ്ടാകുന്ന ഓരോ ഫലമാണ് ഒരു വലിയ ചക്കയ്ക്കുള്ളിലെ ചക്കച്ചുള. മനസ്സിലായോ? ഒരു പൂങ്കുലയിൽ നിന്ന്, ഒരു പൂവിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഫലമാണ് എന്ത്, ചക്കച്ചുള. ആ പൂവിൽ നിന്നുണ്ടാകുന്ന വിത്താണ് എന്ത്, ചക്കക്കുരു. മനസ്സിലായോ? ഇനി ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കളും ഉണ്ടാവും. ഓക്കെ, ആ ഒരു പൂങ്കുലയില്. അപ്പൊ ആ പൂക്കളാണ് നമ്മൾ ചക്കയില് ചവിണി എന്ന് പറയുന്നത്. അപ്പൊ ഒരു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരു ചക്കയിലാണെങ്കിൽ എന്നല്ല, ഒരു പ്ലാവിന്റെ പൂങ്കുലയിലാണെങ്കിൽ 100 കണക്കിന് പൂക്കളുണ്ട്. ആ പൂക്കളില് ഓരോ പൂവും മാറുന്നതാണ് എന്ത്, ഓരോ ഫലമായിട്ട് ചക്കച്ചുള എന്ന് പറയുന്നത്. ആ ഓരോ പൂവുമാണ് പിന്നെ വിത്തായിട്ട് ചക്കക്കുരുവായിട്ട് ഉണ്ടാവുന്നത്. ഇങ്ങനെ ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കളുണ്ടാവും, ബീജസങ്കലനം നടക്കാത്ത പൂക്കളുണ്ടാവും. ആ പൂക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് ചവിണിയായി മാറുന്നത്.
ഇതെല്ലാം എന്നിട്ട് അവസാനം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ഇതെല്ലാം കൂടി ഒരൊറ്റ കവറിനുള്ളിലായി പോകുന്നു അല്ലേ? അങ്ങനെ ഒരു ഫലം പോലെ നമുക്ക് തോന്നുന്നതാണ്. ശരിക്കും അതൊരൊറ്റ ഫലമാണോ? ഒരുപാട് ഫലങ്ങൾ ചേർന്നിട്ട് അതിന് പുറമെ ഒരു ആവരണം ഉണ്ടാവുന്നതാണ്. അത്തരം ഫലങ്ങളെ സംയുക്ത ഫലങ്ങൾ എന്ന് പറയുന്നു. സംയുക്ത ഫലങ്ങൾ. അപ്പോൾ ആദ്യം പഠിച്ചതില് സിമ്പിൾ ഫ്രൂട്ട്, അതായത് ലഘുഫലങ്ങൾ, അടുത്തത് പുഞ്ചഫലം അഥവാ നമ്മൾ പറഞ്ഞു അഗ്രഗേറ്റ് ഫ്രൂട്ട് പഠിച്ചു. ദെൻ ഇപ്പൊ പഠിക്കുന്നത് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ആണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ആണ്, അതാണ് സംയുക്ത ഫലങ്ങൾ. ആ മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. അതിന് മറ്റൊരു എക്സാമ്പിളും കൂടിയുണ്ട്. കൈതച്ചക്ക പൂവിൽ നിന്ന് കൈതച്ചക്ക ഫലം ഉണ്ടാവുന്നതും. അപ്പോൾ അങ്ങനെ മാറാത്ത ആ പൂക്കൾ പാർട്ടാണ് ഈ മോളിൽ കാണുക അല്ലെ. ഇനി അടുത്തത് കശുമാങ്ങയുടെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നോക്കി. കശുമാവിൻ പൂവാണ്. കശുമാവിന്റെ പൂഞ്ഞെട്ട് ഭാഗമാണ് ഈ ഭാഗം വരുന്നത്. ആ പൂഞ്ഞെട്ട് ഭാഗമാണ് പിന്നീട് ഇതായി മാറുന്നത് കേട്ടോ, കശുവണ്ടിയായി മാറുന്നത്. അപ്പൊ ഇത് നോക്കിക്കേ, ചില സസ്യങ്ങളില് പൂഞ്ഞെട്ട് അല്ലെങ്കിൽ പുഷ്പാസനം എന്നീ ഭാഗങ്ങളാണ് വളർന്ന് ഫലം പോലെ ആകുന്നത്. അതായത് ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട് അല്ലെങ്കിൽ പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങളാണ് വളർന്ന് ഫലം പോലെ ആകുന്നത്. അതിന് കപട ഫലങ്ങൾ. എന്താണ് അങ്ങനെയുള്ള ഫ്രൂട്ടിന് പറയുന്ന പേര്? കപടം. അതായത് ഫോൾസ് ഫ്രൂട്ട് എന്ന് വിളിക്കും. ഫോൾസ് ഫ്രൂട്ടിന് അപ്പൊ എക്സാമ്പിൾ ഏതാണ്? കശുമാങ്ങ അല്ലെ. അപ്പൊ കപട ഫലങ്ങൾ അല്ലെങ്കിൽ ഫോൾസ് ഫ്രൂട്ട്. ഇനി ആപ്പിളിന്റെ ഛേദമെടുക്കുവാന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനകത്ത് പൂഞ്ഞെട്ടാണ് ഏതിൽ വരുന്നത്? കശുവണ്ടിയില് ഫലമായിട്ട് മാറുന്നത് പൂഞ്ഞെട്ടാണ്. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ ആപ്പിൾ ഒരു ഫോൾസ് ഫ്രൂട്ട് ആണ്. ആപ്പിളിൽ എന്താണ് വളർന്നു വലുതാവുന്നത്? പുഷ്പാസനം. പുഷ്പാസനമൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, പുഷ്പം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പൊ പുഷ്പാസനം വളർന്നാണ്ട് എന്തുണ്ടാവുന്നത്? ആപ്പിളിന്റെ ഫലം ഉണ്ടാവുന്നു കേട്ടോ. അപ്പൊ ആപ്പിളും അതുപോലെ സബർജല്ലും ഒക്കെ. ഈ ആപ്പിളിനകത്ത് നോക്കിയേ, ഇതാണ് ഫലം വരുന്നത്. വിത്താണ് ഈ പോർഷൻ. ഫലം എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോർഷൻ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ കഴിക്കുന്നത് ഈ മാംസളമായ പുറമെയുള്ള പുഷ്പാസനം വളർന്നുണ്ടായ ഭാഗമാണ്. ഇനി സബർജലിനകത്തും സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ. ഒരുപാട് ടേംസ് വരുന്നുണ്ട്. ഇതെല്ലാം PSCക്ക് പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് കൺഫ്യൂസിങ്ങും ആണ് പലപ്പോഴും അല്ലാതെ പഠിക്കുമ്പോൾ. ഇതുപോലെ പിക്ചർ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ ഈസി ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സ് താഴെ അറിയിക്കുക. ഇങ്ങനെ പിക്ചർ വെച്ച് പഠിച്ചപ്പോൾ ഈസി ആയോ, എളുപ്പമാണോ എന്ന് പറയുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റുള്ളവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വൺസ് അഗെയിൻ.